കർത്താവിൻ്റെ ധന്യത്തിന് നാമം വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടമാനാകട്ടെ. ഈ പ്രത്യേക സമയത്ത് ദൈവസന്നിധിയിൽ വേർതിരിച്ച് പ്രാർത്ഥനയോടും ധ്യാനത്തോടും അപ്പോൾ തന്നെ വചന കേൾവിയോടും കൂടെയൊക്കെ ആയിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാർക്കും വാത്സല്യ സഹോദരങ്ങൾ സഹോദരിമാർ എല്ലാ പ്രിയപ്പെട്ടവർ ഈ സ്ഥാപനത്തിന് ചുമതല വഹിക്കുന്ന എല്ലാവർക്കും വിശേഷിച്ച് ഈ ആത്മീയ കൂട്ടായ്മയിൽ രാത്രിയുടെ യാമങ്ങളോട് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ എല്ലാവർക്കും യേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. ഞാൻ നിങ്ങളുടെ നടുവിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ഒരു കൂട്ടായ്മയായിരിക്കാൻ പ്രിയപ്പെട്ടവരെ ഒന്ന് കണ്ട് പോകാം എന്നുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ ദാസൻ സാമ്പാസിനുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞതിന് എൻ്റെ വാത്സല്യ സഹോദരൻ ടിജു ഈ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ കൂടെ ചെയ്യുന്ന എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും ആത്മീയമായ കാഴ്ചപ്പാടിലുള്ള ഇതര ശുശ്രൂഷകൾക്കുമായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ആമേ വാഴ്ത്തുകയും നല്ലൊരു സമയം ഒട്ടും തന്നെ കളയാതെ ഞാൻ ചില കാര്യങ്ങൾ ആമേ പറയുവാൻ ദൈവവചനത്തിൽ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എന്നെ ഇപ്പോൾ ഇവിടെ മയക്ക് തന്നിരിക്കുന്നു, ദൈവവചനം സംസാരിക്കുന്നുണ്ടല്ലോ, അതിനുവേണ്ടി ഞാൻ സമയം വേർതിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും കൊതി തീരാത്ത ഒന്നുണ്ടെങ്കിൽ ദൈവവചനം മാത്രമാണ്. ദൈവവചനം എന്തുകൊണ്ടാണ് ആമേ കൊതി തീരാതെ പറയാനും കൊതി കേൾക്കാനും ഒക്കെ നമുക്ക് കൊതിയായിരിക്കുന്നത്? എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വചനം ദൈവമാണ്. വചനം ദൈവത്തോട് കൂടെയാണ്. ആദ്യം വചനം തിരിച്ചാൽ പറഞ്ഞത് ആദ്യം വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമാണ്. അപ്പം ദൈവത്തെ വിവരിക്കാൻ കിട്ടുന്ന സമയമെന്ന് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് പറയാൻ കിട്ടുന്ന സമയം എന്ന് പറയുന്നത് വലിയ ഭാഗ്യമാണ്. അതങ്ങനെ തന്നെയാണ് ഞാൻ കണക്കിടുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരിക്കലും വന്ദനം ചൂണ്ടിക്കൊണ്ട് ഈ അർദ്ധരാത്രി പ്രാർത്ഥന ഒരു ചെറിയ ഞങ്ങളും ടീമായിട്ട് എല്ലാ മാസങ്ങളിലും കഴിവതും ഉപവാസമുള്ള പ്രാർത്ഥനകൾ ഇരിക്കാറുണ്ട്. നേരം വെളുക്കുന്നു വൈകുന്നേരം ഒരു 6:45 മുതൽ നേരം വെളുത്ത് 6 മണി വരെ കണ്ടിന്യൂസായി പ്രയറായി ശുശ്രൂഷയായി ഇരിക്കാറുണ്ട്. അതിന് മുമ്പ് ഒരു സ്ഥലത്ത് പരിശോധന നടത്തുകയും ആ സഞ്ചരിച്ച സ്ഥലങ്ങളെ ഓർത്തൊരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുകയും ഒരു പ്രത്യേക അനുഭവമാണ്. ആ അനുഭവങ്ങളോട് കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാവരുടെ മുമ്പിലായിരിക്കും സന്തോഷം. എനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള നിരവധി കർത്തൃദാസന്മാർ, മുഖപരിചയമുള്ളവരെ, വ്യക്തിബന്ധമുള്ളവരൊക്കെ ഉണ്ട്. ആരെയും തമ്മിൽ ഉയർത്തി പറയാൻ സമയമില്ലല്ലോ. എല്ലാവർക്കും തമ്മിൽ ദൈവസ്നേഹമുണ്ട്. അതിലും രാത്രിയിൽ ഉള്ള പ്രാർത്ഥന ഒരു വ്യത്യാസമുണ്ട്. ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പദ്ധതികളിലേക്ക് ദൈവം നമ്മെ നടത്തുന്നത് അർദ്ധരാത്രിയിലുള്ള രാത്രി മുഴുവനുള്ള പ്രാർത്ഥനയിൽ യേശു ക്രിസ്തു പോലും പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെ അടുത്ത ആളുകളിൽ കൈമാറാൻ വേണ്ടി ഒരു ചെറിയ പ്രാർത്ഥനയല്ല നടത്തിയത്, ഒരു രാത്രി മുഴുവനാണ് പ്രാർത്ഥിച്ചത്. ലൂക്കോസ് സുവിശേഷം പ്രസംഗിക്കാനുള്ള മുഖവരെയാണ് പറയാം. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം കൊടുനാട്ടെ ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 12 മുതലുള്ള വാക്യം മെസ്സേജ് പറയാനുള്ള മുഖവരയിൽ 2 കാര്യം ഈ അർദ്ധരാത്രിയുടെ പ്രാർത്ഥനയെക്കുറിച്ച് ഓർപ്പിച്ചു തരാൻ വേണ്ടി മാത്രമാണ്. ലൂക്കോസ് സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം. ആ കാലത്തെ യേശു പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്ന് ദൈവത്തോടുള്ള പ്രാർത്ഥന രാത്രി കഴിച്ചു. അതുകൊണ്ട് ആ കാലത്ത് യേശു ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കേണ്ടതിന് ഉയർന്നൊരു മലയിൽ ചെന്ന്. നമ്മളിപ്പോഴും ഇച്ചിരി പൊക്കം കൂടിയ സ്ഥലം 3-ാമത് മലയാണ് സ്വതന്ത്രം. യേശു മലയുടെ മുകളിൽ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിന് മുൻപ് എഴുതിയിരിക്കുന്നു ആ കാലത്ത്. അപ്പോൾ ഏത് കാലമാണെന്ന് അറിയാൻ നമുക്കൊരാഗ്രഹം. വരണ്ട കൈയുള്ള മനുഷ്യനെ ആലയത്തിൽ ചെന്ന് യേശു എന്താക്കി? സൗഖ്യമാക്കിയിട്ട് അന്നവിടെ പ്രശ്നം ശമത്തിൽ ഈ മനുഷ്യനെ സൗഖ്യമാക്കുന്നത് വിഹിതം. പള്ളിക്കാർക്ക് ഭ്രാന്തി പിടിച്ചത് നമുക്ക് മുകളിൽ എഴുതി വെച്ചു. അങ്ങനെ 6-ാം വാക്യം വായിച്ചു.
അവരുടെ വിചാരം അറിഞ്ഞിട്ട് അവൻ അവരുടെ കയ്യിലുള്ള മനുഷ്യനോട് എഴുന്നേറ്റ് നടുവിൽ നിൽക്കായിരുന്നു. എഴുന്നേറ്റ് യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒന്ന് ചോദിക്കുന്നു, ശവത്തിൽ നന്മ ചെയ്യുകയോ തിന്മ ചെയ്യുകയോ ജീവനെ രക്ഷിക്കുകയോ നശിപ്പിക്കുകയോ ഏത് വിഹിതം എന്ന് അവരെ എല്ലാം ചുറ്റും നോക്കിയിട്ട് ആ മനുഷ്യനോട് കൈ വെക്കുകയായിരുന്നു. അവരങ്ങനെ ചെയ്തു. കൈക്ക് സൗഖ്യം വന്നു. അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ എന്ത് ചെയ്യുമെന്ന് അവരോ ഭ്രാന്ത് നിറഞ്ഞവരായി യേശുവിനെ ആ കാലം. നമ്മൾ പ്രാർത്ഥന നടത്താതിരിക്കുന്ന സമയം നമ്മൾ നേരെ ഭ്രാന്തി പിടിക്കുകയാണ് നിൽക്കുന്നത്. പ്രാർത്ഥന നടക്കും എന്ന് വെച്ചാൽ അവിടെ ഭ്രാന്തെന്ന് ഉപയോഗിക്കുക. ജനം ഭ്രാന്തി പിടിച്ച് യേശുവിന് നേരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. നമുക്ക് നേരെ നമ്മുടെ വീട്ടിലുള്ള ഒരാൾ തിരിഞ്ഞാൽ മതി, നമ്മുടെ പ്രാർത്ഥനയും പോകും എല്ലാം. ഒരു പള്ളിക്കകത്തെ ആളുകൾ മുഴുവൻ ഭ്രാന്തി പിടിച്ച് യേശുവിന് നേരെ നിൽക്കുമ്പോൾ ഒരു രാത്രി മുഴുവൻ ശക്തമായി പ്രാർത്ഥിച്ചു. ചരിത്രമുള്ള ഒരർത്ഥം. അവൻ സുഖകാലം അനുഭവിക്കുമ്പോഴല്ല പ്രാർത്ഥിക്കുന്നത്. ഏറ്റവും പ്രതികൂലം നമുക്ക് നേരെ നിൽക്കുമ്പോൾ ശക്തമായി പ്രാർത്ഥിച്ചാൽ അതിലൊരു വലിയ പ്രവർത്തി. അത് നമ്മുടെ യേശുവിനെ തന്നെ എടുക്കാം. ഒരു മുഖവര പറയുക, പ്രാർത്ഥനയെ കുറിച്ച് മുഖവര പറയുക, യേശുവിനെ തന്നെ എടുക്കാം. ഗക്ഷമനായുടെ പ്രാർത്ഥനയെ കുറിച്ച് ഒരു സുവിശേഷം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ പ്രാണവേദനയിലായപ്പോൾ അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. തലവേദന വന്നാൽ പ്രാർത്ഥിക്കുന്നില്ല. അന്നേരം പ്രാണവേദനയിലായപ്പോൾ അധികം ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവൻ പ്രാണൻ വേദനയെടുത്ത് വിയർപ്പു തുള്ളികൾ വരുന്നത് പോലെ രോമകൂപങ്ങൾക്കകത്തുകൂടെ രക്തത്തുള്ളി വരുമ്പോൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. ഇത് ചെയ്യാൻ കഴിയുന്നൊരു കൂട്ടരുണ്ടെങ്കിൽ നമ്മളിൽ മാത്രമേ സ്വതന്ത്രം. എന്നാൽ നമ്മളിൽ വേറിയ പങ്കിനും ഇതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. പ്രാർത്ഥന നമ്മുടെ ജീവന്റെ ആധാരം. പ്രാർത്ഥന, ഉപവാസം, വചനധ്യാനം, ഇത് നമുക്ക് ഒരിക്കലും ഇത് ഒഴിച്ച് ജീവിക്കുന്ന ഒരുത്തിനും അധികം നാൾ ആത്മീയത്തിൽ ഒഴിട്ടത്തില്ല. ഉപവാസം, പ്രാർത്ഥന, വചനധ്യാനം ഒഴിച്ച് നിർത്തുന്നവരെ കുറേ നാൾ പടമെടുത്ത് നിൽക്കും. അവർക്കൊരു സിമ്പിൾ കേസ് വരുമ്പോൾ ഒരു ദൈവകൃപയെന്ന്. പക്ഷേ ഇതെല്ലാം ജീവിതത്തിൽ ചേർത്ത് പിടിച്ച് നിൽക്കുന്നവനെതിരെ വമ്പൻ പ്രതികൂലം വന്നാലും അവൻ സിമ്പിളായിട്ട് അതിനെ തരണം ചെയ്യും. ആരവിടെ നിലനിന്ന് എന്തെല്ലാം പറഞ്ഞാലും അവൻ അതിൻ്റെ നടുവിൽ കൂടെ ദൈവത്തിൻ്റെ പദ്ധതികൾക്കായി പുറപ്പെടും. അവൻ അക്കാലത്തെ യേശു ഉയർന്ന വഴിയിൽ പ്രാർത്ഥിക്കാൻ രാത്രി മുഴുവൻ ആരോട് പ്രാർത്ഥിച്ചു? എനിക്ക് ആ വാചകം ഇഷ്ടപ്പെട്ടു. അതൊന്നും 12-ാം വാക്യം പോലെ പ്രാർത്ഥിക്കേണ്ടതിന് ഒരു മലയിൽ ചെന്നു ദൈവത്തോടുള്ള പ്രാർത്ഥനയിൽ രാത്രി. എന്താ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത? ദൈവത്തോടുള്ള ശരിക്കും പഠിച്ചാൽ ദൈവത്തോടല്ലാത്ത പ്രാർത്ഥനയും വൈകി. ദൈവത്തോടല്ലാത്ത സ്വതന്ത്രം. ചിലര് ദൈവത്തോടല്ല പ്രാർത്ഥിക്കും, പിന്നെ അങ്ങ് പ്രാർത്ഥിക്കും. കൃത്യമായ യേശു പറയുന്നത് ദൈവത്തോടുള്ള പ്രാർത്ഥന. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ സമയം വേർതിരിച്ചിട്ടുണ്ട്. നമ്മൾ ആരോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിക്കണം? ബൈബിൾ അങ്ങനെ ഒത്തിരി കാര്യമുണ്ട്. ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ മാനസാന്തരം, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ പ്രാർത്ഥന. അവൻ ദൈവത്തോടുള്ള ബന്ധത്തിൽ പുത്രൻ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കും. ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചാൽ ഒരു ഗുണമുണ്ട്. അടുത്തത് പ്രാർത്ഥനയിൽ രാത്രി കഴിച്ചു. നേരം വെളുത്തപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. നേരം വെളുത്തപ്പോൾ കൊള്ളയിട്ട് പറയുന്നതുകൊണ്ട് ഉറങ്ങിയതാണ്. നമ്മളാണെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് എന്ന് കിടന്നു നാളെ വൈകുന്നേരം 4 മണി വരെ. നേരം വെളുത്തപ്പോൾ യേശു ഉറങ്ങിയല്ല, പിന്നെ എന്താ എടുക്കായിരുന്നു? ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു. അപ്പൊ യേശുവിന് ശിഷ്യന്മാർ 12 അല്ല, അന്ന് ഒത്തിരി ശിഷ്യന്മാർ. ഈ 12 പേര് അല്ല, ഒത്തിരി ശിഷ്യന്മാർ 12 എണ്ണത്തെ കൃത്യമായി തിരഞ്ഞെടുത്തത് ദൈവത്തോടുള്ള ബന്ധത്തിൽ പ്രാർത്ഥന. തിരഞ്ഞെടുപ്പ് കൃത്യമാകണമെങ്കിൽ, അടുത്ത കാൽവെപ്പ് പിതാവിന്റെ പ്ലാൻ നിവർത്തിക്കണമെങ്കിൽ ദൈവത്തോടുള്ള പ്രാർത്ഥന. വെറും പ്രാർത്ഥനകൾ പലതും പാഴായി പോകുമ്പോൾ ദൈവത്തോടുള്ള പ്രാർത്ഥന പാഴാകില്ല. അവൻ മുൻപിൽ കൃത്യമായ ഒരു തിരഞ്ഞെടുപ്പുണ്ടാകും.
ഇന്ന് രാത്രി ചില ദൈവദാസന്മാരോടും ദൈവത്തോടും ദൈവത്തിന്റെ ആലോചന പങ്കുവയ്ക്കുക. ദൈവത്തോടുള്ള പ്രാർത്ഥനയിലാണെങ്കിൽ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കൃത്യമായ ഒരു പിതാവിന്റെ പദ്ധതിയിലേക്ക് നമ്മെ കൊണ്ട് തന്നെ ദൈവം കഴിയും. ഉറക്കം തൂങ്ങിയില്ല, നേരെ നിന്നുകൊണ്ട് എന്താ ചെയ്യുന്നത്? വായിച്ചു. അവർക്ക് അപ്പോസ്തലന്മാർ എന്ന പേര് വിളിച്ചു. 12 പേരെ അവർ തിരഞ്ഞെടുത്തു. അവരെ 12 പേരെ അവരെ ആരാക്കി? അപ്പോസ്തലൻ. ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതിരുന്ന ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് 12 അപ്പോസ്തലന്മാരെ. ഇവിടെ 100 പേരെ ബൈബിൾ കോളേജിൽ ഇറങ്ങിയാലും ആരും പ്രാർത്ഥിക്കുന്നുണ്ട്. അവരവർ പ്രാർത്ഥിക്കുക വിഷു. ഞാൻ അവിടെ നിന്ന് പോവുക. അതൊക്കെ നമ്മളെ സംബന്ധിച്ച് അവിടെ തീർത്ത് പറഞ്ഞാൽ ഉടക്കുണ്ടാകും. എന്നെയൊക്കെ സംബന്ധിച്ച് ഉടക്കുണ്ടായി പ്രസംഗിക്കുന്ന ആളാണ്. പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് സത്യം പറയുമ്പോൾ എന്തുകൊണ്ടും ഉടക്കുണ്ടാകും. സ്വതന്ത്രം. അതുകൊണ്ട് അത്തരത്തിലേക്ക് ഉടക്കാനൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും പ്രസംഗിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാകണം. കർത്താവിൻ്റെ പ്രസംഗത്തിൽ എന്തുണ്ടാകും? എനിക്ക് പ്രസംഗത്തിലൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. എനിക്ക് സ്വതന്ത്രം ബുദ്ധിമുട്ടുണ്ടാകുന്ന പ്രശ്നം. അതിന് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ ദൈവം സംസാരിക്കാം. എല്ലാവരും ഒന്ന് കൊള്ളാന്ന് പറഞ്ഞാൽ അതിനകത്ത് ഞാൻ സുഖിപ്പിച്ചു. അത് ബുദ്ധിമുട്ടാണ്. നമ്മളെ ക്രമീകരിക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകട്ടെ. ഉണ്ടാകാനായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാൻ ദൈവം സംസാരിക്കാൻ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നീണ്ടൊരു വാക്യം വായിച്ചിട്ട് ചില എന്നോടൊരു പ്രത്യേക സമയം പറഞ്ഞിട്ട് ആ സമയത്തിൻ്റെ അകത്ത് ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തീത്തോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. രാത്രിയിലത്തെ ചില നിമിഷങ്ങളിൽ ദൈവവചന ചിന്തയ്ക്കായി നമുക്ക് ഒന്ന് വായിക്കാം. പെട്ടെന്ന് നിർത്തി ഒന്ന് വായിച്ചേണ്ട ശ്രദ്ധയോടെ. തീത്തോസ് 3-ന്റെ 4 മുതൽ 8 വരെ. എന്നാൽ നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവർത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ രക്ഷിച്ചത്. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണം എന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചുരുങ്ങിയ നിമിഷം കൊണ്ട് നമ്മളോട് സംസാരിക്കാൻ എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ചുരുങ്ങിയ നിമിഷം ദൈവാത്മാവ് മനുഷ്യന്റെ ശബ്ദം നമ്മൾ ഒത്തിരി കേൾക്കുന്നു. എന്നാൽ ദൈവം നമ്മളോട് എല്ലാവരോട് സംസാരിക്കാൻ ഈ അർദ്ധരാത്രം ഇഷ്ടപ്പെടുന്നു. വചനത്തിന് കൂടെ ഇടപെടുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ നിക്ഷേപമാവാനെന്നു കരുതാ എങ്കിൽ സംക്ഷേമമവനി അമരാ. നിന്റെ നിക്ഷേപമാവാനെന്നു കരുതാ എങ്കിൽ ഇത്ര ശ്രേഷ്ഠന ഒരുവൻ നിൻ കൂട്ടിന അരിയിലുണ്ട്
മഹത്വം കൊടുക്കണം. ജയം ഞങ്ങൾക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപയോട് കേട്ട് ഉത്തരം നൽകണം നിങ്ങളുടെ സ്വർഗീയ പിതാവേ. കാര്യങ്ങൾ ഒരിക്കലും കൂടി ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ചൊല്ലിയ ചില നിമിഷം ചിന്തിക്കാൻ തീത്തോസിന്റെ ലേഖനത്തെ ആധാരമാക്കിയാണ് ചിന്തിക്കാൻ എനിക്ക് ദൈവം തരും. തീത്തോസിന്റെ ലേഖനത്തിൽ 3 അധ്യായങ്ങൾ മാത്രം. 3 അധ്യായങ്ങൾ 3 വിധ ഭക്തിയെ ശക്തമായി വരച്ചു കാട്ടുന്ന ഒരു ലേഖനമാണ് തീത്തോസിന്റെ ലേഖനം. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഭക്തി ഉള്ളവരാകണമെന്ന് തീത്തോസിന്റെ ലേഖനം പഠിപ്പിക്കുന്നു. 2, നമ്മുടെ കുടുംബത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഭക്തിയോട് ജീവിക്കണം എന്ന് പഠിപ്പിക്കുന്നു. 3, രക്ഷിക്കപ്പെടാത്തൊരു ഗണത്തിന്റെ പുറത്തുനിന്ന് ലോകജനത അവരോടുള്ള ബന്ധത്തിൽ എങ്ങനെ ഭക്തിയായി ജീവിക്കണം എന്ന് ഈ 3 അധ്യായങ്ങളിൽ കൃത്യമായി കാണിക്കുന്നു. പക്ഷെ ഇത് ഇങ്ങനെ കൊണ്ട് പറഞ്ഞു വരാൻ നല്ല ടൈമാകുമ്പോൾ നമുക്ക് ഉറക്കം. അതുകൊണ്ട് ഞാൻ ബൈബിൾ ക്ലാസ് എന്നതിൽ മാറ്റി വെച്ചിട്ട് അന്ന് പഠനത്തിനായിട്ട് മുഖവരിയിലൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 1, നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ കുടുംബത്തിലുള്ള ഭക്തി. 2, സഭയിലുള്ള ഭക്തി. 3, സമൂഹത്തിൽ എങ്ങനെ ഭക്തരായി. ഈ 3 മേഖലയിലും ഭക്തരാണ്. പലരും സഭയ്ക്കകത്ത് മാത്രമാണ് ഭക്തി, പലർക്കും കുടുംബത്തിൽ ഭക്തിയില്ല, സമൂഹത്തിലൊന്നില്ല ഭക്തി. പക്ഷെ ഒരു യഹോവ ഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ സഭായോഗത്തിൻ്റെ 3 മണിക്കൂറോ ഓൺലൈൻ പ്രയറിൻ്റെ രാത്രിയുടെ സമയങ്ങളോ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളോ ഭക്തി കാണിക്കുന്നവനല്ല. അവൻ എല്ലാ മേഖലയിലും ഭക്തി തെളിയിച്ച് ജീവിക്കുന്നവനാണ് ദൈവത്തിൻ്റെ ഭക്തൻ. എന്ന് വെച്ചാൽ സഭയിൽ ഭക്തി ഉണ്ടാകണം, കുടുംബത്തിൽ ഭക്തി ഉണ്ടാകണം, സ്വത്രം. പിന്നെ എവിടെ ഭക്തി ഉണ്ടാകണം? സമൂഹത്തിൽ ഭക്തി ഉണ്ടാകണം. വിശേഷിച്ച് ശുശ്രൂഷകരായിട്ട് പറയാം, അവൻ ഭക്തിയോടെ ജീവിക്കുന്ന ഒരു ശുശ്രൂഷകൻ ഭക്തനാണെങ്കിൽ അവൻ മരിച്ചു കഴിഞ്ഞാലും ഈ 3 തലത്തിലും അവൻ്റെ ഭക്തി ഉയർത്താട്ടുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഒരു കൊച്ചു വിഷയം പറഞ്ഞുകൊണ്ട് തിരിച്ചു വരാം. ലേഖനമാൻ്റെ പ്രതിയാവുന്ന വിഷയം ഒരു ദൂതകത്ത് കയറി വന്നുകൊണ്ട് പറഞ്ഞുകൊണ്ട് വിടാം. ദൂതും കൂടെ പറഞ്ഞു വിടണമല്ലോ. ശ്രദ്ധിക്കണം, ഈ പ്രവാചക ശിഷ്യന്റെ ഭാര്യ പ്രവാചകൻ മരിച്ചു കഴിഞ്ഞ് പ്രവാചകൻ എടുത്തു വരുന്നു. അവൾ വന്നിട്ട് പറയുക, നിന്റെ ശിഷ്യൻ എന്റെ ഭർത്താവ് യഹോവ ഭക്തൻ. 3 സാക്ഷ്യം ഒറ്റ സഹോദരൻ. സ്വത്രം. നിനക്കദ്ദേഹം നല്ലൊരു ശിഷ്യന്, എനിക്കദ്ദേഹം നല്ലൊരു ഭർത്താവായി. സ്വത്രം. അടുത്തത്, ദൈവത്തിന് അദ്ദേഹം യഹോവ ഭക്തൻ. 3 മേഖലയിൽ ഭക്തി. ഇന്ന് നമ്മൾ പല പാസ്റ്റർമാരും മരിക്കാൻ ഭാര്യമാരും ഇയാള് ജീവിച്ചിരിക്കുന്ന കാലത്ത് തിരിച്ചുകൂടി ഞാൻ നടക്കുകയും ചെയ്യും. അയാൾ ജാകുകയും ചെയ്തു. ഞങ്ങൾക്ക് കടമുണ്ടാക്കി വെച്ചു. ഇപ്പോഴത്തെ മക്കളെ കുറിച്ചുകൊണ്ട് വരാൻ വേണ്ടി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ പരാതി പറയുന്ന ഒത്തിരി പെണ്ണുങ്ങളെ ഞങ്ങൾക്കുണ്ട്. സ്വതന്ത്രം. എന്നാൽ അതിൻ്റെ നടുവിലാണ് കടം വരുത്തിയിട്ട് പോയിട്ടും പറയുകയാണ്, എൻ്റെ ഭർത്താവ് ശുശ്രൂഷിച്ച് കടമൊക്കെ വരുത്തി, പക്ഷേ ഒരു കാര്യമാണ്, അവൻ ദൈവഭക്തനായി. എനിക്കവൻ നല്ല ഭർത്താവ് തരുന്നു. സ്വന്തം. നിനക്കവൻ നല്ല ശിക്ഷനായി. ജീവിതത്തിന്റെ മേഖലയിൽ ഏത് പ്രതികൂലം വന്നാലും ഭക്തിയുടെ ഭാവത്തിൽ ഒരു വ്യത്യാസവും വരാതെ അതിനെ നിലനിർത്തുക തന്നെ ചെയ്യണം. ഈ 3 ഭക്തി വരച്ചു കാട്ടുകയാണ് തീത്തോസിന്റെ ലേഖനം. ഞാൻ തീത്തോസിന്റെ ലേഖനം കൊണ്ടുവരികയാണ്. തീത്തോസിന്റെ ലേഖനം എഴുതാനുള്ള ഒരു കാരണം കൂടെ പറഞ്ഞിട്ട് വാക്യത്തിലേക്ക് പറഞ്ഞതൊരു 8 ദിവസം പ്രസംഗിക്കേണ്ട വിഷയം ചുരുക്കി ഒരു കാപ്സ്യൂൾ രൂപത്തിൽ ഞാൻ അകത്തേക്ക് തരികയാണ്. കർത്താവിന്റെ നിയോഗം കൂടിയാണ്. കർത്താവിന്റെ നിയോഗം ഇല്ലെങ്കിൽ 8 മിനിറ്റ് പോലും ഇല്ല ഇരിക്കേണ്ടത്. കൃപയാണിതെല്ലാം. അവൻ കരങ്ങൾ ഉയർത്തി കല്ലേടിയ പറഞ്ഞാട്ടെ. അപ്പൊ കേൾക്കുക, തീത്തോസിന് പൗലോസ് ലേഖനം എഴുതാൻ കാരണം അല്പം ഒരു പശ്ചാത്തലം ശ്രദ്ധിക്കണം. മറ്റൊരു സ്ഥലത്ത് പൗലോസ് വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പൗലോസിനോട് പറയുന്നത്, നീ ക്രേത്തയിലേക്ക് പോകും. ക്രേത്തയിൽ ചില ശുശ്രൂഷ ക്രമീകരണങ്ങൾ വരുത്താനുണ്ട്. കാരണം ക്രേത്തയിലെ സഭകൾ പട്ടണം തോറും ക്രമം കെട്ട് കിടക്കും. സഭയുണ്ട്, പക്ഷെ ക്രമത്തിലല്ല. ഏകദേശം ഇന്നത്തെ ഒരു ചിത്രം ഇഷ്ടംപോലെ സഭയാണ്. എൻ്റെ നാട് കുമരകത്ത 14 ചർച്ച ഉണ്ട്. 14 ചർച്ച.
ഈ 14 ചർച്ചിനെ ഒന്നിച്ചു കൂടി ഒരു കൺവെൻഷൻ നടത്തുക. ഞങ്ങൾ എന്ത് കഷ്ടപ്പെടുന്നു, ഒരാൾ തമ്മിൽ നമ്മൾ വന്നിരിക്കുന്നവർ ചേരത്ത് സ്വോത്രം. അവൻ 14 ചർച്ചിനെ ഒന്നിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഞങ്ങൾ അതിനു വേണ്ടി ശ്രമിച്ചപ്പോൾ ഒത്തിരി വില കൊടുക്കണം. അവസാനം പ്രാർത്ഥിച്ച് 14 സഭ ഒന്നിച്ച് കൂടി ഒരാഴ്ചത്തെ കൺവെൻഷൻ ആഴ്ചയിൽ ഒരിക്കൽ ഒന്നിച്ച് സഭായോ നാട്ടുകാർക്ക് മനസ്സിലായില്ല നമ്മൾ ഒന്നാം സ്വോത്രം. അതിനങ്ങനെ വയ്ക്കുണ്ടായി ചെയ്തു സ്വോത്രം. അത് വലിയ റിസ്ക്കാണ്. നമുക്ക് ഇന്നും അതാ പ്രശ്നം. നമ്മൾ പല ലേവലിൽ നിൽക്കുന്നെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ പദ്ധതിയിലുള്ള സഭയാണ് പറയാൻ നമ്മുടെ മനസ്സ് അംഗീകരിക്കാത്ത രീതിയിൽ ഒരു ജാതി തരംതിരിവ് പോലെ ഇപ്പോൾ പ്രസ്ഥാനങ്ങൾ. ഒരു കൂട്ടർക്ക് ഒരു കൂട്ടരോട് വരും. ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ IPC മെമ്പർഷിപ്പുള്ളതാണ്. അപ്പം ഞാൻ പ്രായമുള്ള ഭാഷമാരെ മെമ്പർഷിപ്പ് പത്രയുടെ ശുശ്രൂഷ ചർച്ചിലാണ്. അപ്പോൾ IPC അന്നേരം ആ ഇരുണ്ട IPC ആണോ ആ സ്വന്തം ഞാനും IPC കേട്ടോ. അതൊരു ജാതീയ ബന്ധനം പോലെ അങ്ങനെ ആകരുത്. അവൻ ദൈവത്തിന് IPC അറിയത്തില്ല, ചർച്ചക്കോടും അറിയത്തില്ല, AG അറിയത്തില്ല, ചാരോനും അറിയത്തില്ല, TPM അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. ദൈവത്തിന് അറിയാവുന്ന തനിക്കായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരെ മാത്രമേ അറിയത്തുള്ളൂ. ഇംഗ്ലീഷ് അക്ഷരം അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചിട്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ ദൈവത്തിന് അറിയത്തില്ല. ദൈവത്തിന് അറിയാവുന്നത് തന്റെ ചോരയാൽ വീണ്ടെടുപ്പ് പ്രാപിച്ച് തനിക്കായി തന്റെ കൽപ്പന അനുസരിച്ച് തന്റെ വരവിനായി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരുടെ കൂട്ടത്തിലാണ്. കർത്താവിന് വേറെ ഒരാളെ അറിയാം. അവിടെ വലിയ കാര്യങ്ങൾ കാണണം. സ്വത്രം അവിടെ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളെ നമ്മൾ വലുതായിട്ട് കാണണം. ആളുകൾ നമ്മളെ തള്ളിക്കളഞ്ഞാലും കർത്താവ് നമ്മളെ തള്ളിക്കളയുന്നില്ലെങ്കിൽ എന്തിനും ഭയക്കണം, ആരെയും ഭയക്കണം. അവൻ കരകൾ ഉയർത്തി കല്ലിടിക്കുക പറയാറ്. അപ്പൊ അവൻ പൗലോസിന്റെ സ്ഥലത്തേക്ക് പൗലോസിന്റെ സ്ഥലത്തേക്ക് ക്രേത്തയിൽ പോകും. പട്ടണം തോന്നും. ക്രേത്തയിലെ പട്ടണങ്ങളിൽ സഭ ക്രമപ്പെട്ടിട്ട് കിടക്കുന്നു, ക്രമമില്ലാതെ കിടക്കുന്നു. നിന്നെ അങ്ങോട്ടായിരിക്കും എന്ന് പറഞ്ഞ പൗലോസ് പോകാനായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവതരിപ്പിക്കും. ബാഗൊക്കെ എടുത്ത് ബാഗൊക്കെ ഉള്ളൂ, അന്നേരത്തെ തുണിയൊക്കെ ഉള്ളൂ, അതുമായിട്ട് ഇറങ്ങി. ഇന്നത്തെ പോലെ ലോറി വിളിച്ചൊന്നും പോകണ്ട. നമ്മളൊക്കെ സ്ഥലം മാറി പോകുമ്പോൾ ലോറി വിളിച്ചുകൊണ്ടാകും. അത് പക്ഷേ ബാഗ് മാത്രമേ ഉള്ളൂ. എടുത്തോണ്ടിറങ്ങും. പൗലോസിനോട് ചെയ്യാൻ പറഞ്ഞു, നീ ഒറ്റയ്ക്ക് പോകണ്ട, തീത്തോസിനും കൂടെ കൂട്ടിക്കോളാം. തീത്തോസിനും കൂടെ കൂട്ടിക്കണം. തീത്തോസ് ആരാ? അവൻ തിമോത്തിയോസിനെ പോലെ തന്നെ പൗലോസ് സുവിശേഷം പറഞ്ഞ് രക്ഷിക്കപ്പെടുത്തി കൊണ്ടുവന്ന നിജപുത്രനാണ് തീത്തോസ്. 1-ാം ലേഖനത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അവൻ നിജപുത്രനായ തിമോത്തിയോസിനെ എഴുതുന്നത്. അപ്പോൾ തിമോത്തിയോസിനെ പോലെ തന്നെ തീത്തോസ് ആരാ? നിജപുത്രനാണ്. ക്രിസ്തുവിൽ പൗലോസ് സുവിശേഷം പറഞ്ഞ് വീണ്ടും ജനനത്തിലേക്ക് നയിച്ച വ്യക്തിയാണ് തീത്തോസ്. തീത്തോസിനെ കൂടെ കൂട്ടിക്കൊണ്ട് ക്രേത്തയിലേക്ക് പോകും. അപ്പോൾ പൗലോസിനോട് ദൈവം പറഞ്ഞില്ലേ എന്തിനു കൂട്ടിക്കൊണ്ട് പോകണം? കൊണ്ടുപോകാനേ പറഞ്ഞു. ദൈവം ഇതുപോലെ ചില സംഗതി പറഞ്ഞു, കൊണ്ടുപോകാൻ പറഞ്ഞു. അത് എന്തിനു കൊണ്ടുപോകാൻ പറയുന്നത് അവിടെ ചെല്ലുമ്പോഴേ പറയും. അത് ദൈവത്തിൻ്റെ സമയം. നമ്മളിത് അറിഞ്ഞാലേ കൊണ്ടുപോകും. അപ്പോൾ ദൈവമേ ഇതിപ്പോൾ അവിടെ വരെ അവനെ കൊണ്ടുപോകുന്നത് വണ്ടിക്കൂലിയാകുന്നത്. അവനാണ് നല്ലൊരു ഡ്രസ്സ് കിട്ടും. ഇപ്പോൾ പല കാര്യങ്ങളും പെട്ടെന്ന് അറിഞ്ഞും കൂടെ പറഞ്ഞു. ഞാൻ ബാഗ് കൊടുത്തോണ്ട് ഇറങ്ങുന്ന നേരത്ത് അവനെ കൊണ്ടുപോകുന്നുണ്ട്. ദൈവത്തിന് നിനക്ക് ബാഗ് കൊണ്ടുപോകുന്നോ കൂടെ കൊണ്ടുപോകുന്നോ ഒന്നും അറിയണ്ട. ദൈവം പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞാൽ കൂട്ടിക്കൊണ്ട് പോക്കണം. അപ്പോൾ വീട്ടുകാരോട് പറഞ്ഞില്ല. അവൻ പോകുന്നു കഴിഞ്ഞാൽ അവരെന്നെ പറയും, സുവിശേഷം അറിയാൻ പോകണമെങ്കിൽ വീട്ടുകാരും നാട്ടുകാരും ഒന്നും വിഷയമില്ല, തിരിച്ചു വരുന്ന വിഷയമല്ല, പോകും. എവിടോട്ടാ പോകുന്നു? അവൻ ചെറുനായിക്കളുടെ നടി നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ. അതിൻ്റെ അർത്ഥം തന്നെ ചാകാൻ തയ്യാറായിട്ട് പോകാൻ, തിരിച്ചു വരാനൊന്നും ഓർക്കണ്ട, അവൻ ചാകാൻ. അതുകൊണ്ട് കർത്താവ് ആദ്യം തന്നെ സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞൊരു വാക്കുണ്ട്. അവൻ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയിലും ത്തോളം എൻ്റെ അവിടെ ഈ മലയാളത്തിൽ സാക്ഷികളാകുന്നെങ്കിലും മൂലഭാഷയിൽ ഇങ്ങനെയാണ് രക്തസാക്ഷികളാണ്. അപ്പോൾ സുവിശേഷം അറിയിക്കാൻ പോകുന്നവൻ എന്തിനു പോകുന്നു? ചാകാൻ പോകുന്നു. അതാണ് ലാസറിന്റെ വീട്ടിലേക്ക് പോകുന്നത്. ഫിലിപ്പോസ് സംശയരോഗിയാണെങ്കിൽ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, നമുക്കും അവനോടുകൂടെ മരിക്കാൻ പോകാം. അത് തന്നെ കർത്താവ് പറഞ്ഞു, ഒരുവൻ എന്നെ അനുഗമിക്കാൻ എത്തിച്ചാൽ തന്നെത്താൻ തെറ്റിച്ച് തൻ്റെ ക്രൂശ് എടുത്തുകൊണ്ട് ഞാൻ. ക്രൂശ് എന്ന് പറഞ്ഞാൽ കട്ടത്തെ കാണിക്കുന്നത് പെന്തക്കോസ്തുകാർ പഠിപ്പിക്കുന്നത് തെറ്റാണ്. ക്രൂശ് മരണത്തെ കാണിക്കുന്നു. മരിക്കാൻ തയ്യാറുള്ളവൻ എൻ്റെ പുറകെ വന്നാൽ മതി. അപ്പോസ്തോലിക ശുശ്രൂഷയാണെങ്കിലും പ്രവാചക ശുശ്രൂഷയാണെങ്കിലും സുവിശേഷ ഇടയനാണെങ്കിലും ഇടയനാണെങ്കിലും ഉപദേഷ്ടാവാണെങ്കിലും മരിക്കാൻ തയ്യാറുള്ളവൻ ഇറങ്ങിയാൽ മതി. ജീവിക്കാൻ തയ്യാറുള്ള ആ ഒരു ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്.
ഇത് ജീവിക്കാനുള്ള മാർഗമല്ല, മരിക്കാനുള്ള മാർഗമാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് യോഹന്നാൻ ഒഴികെ അവൻ ബാക്കി ശിഷ്യന്മാരെല്ലാം എന്തായിരുന്നു? രക്തസാക്ഷികളാണ്. പോകട്ടെ, ഞാൻ അവിടെ നിന്ന് പോകുന്നു. തീത്തോസിനെ കൂട്ടിക്കൊണ്ട് പൗലോസ് ക്രേത്തയിലേക്ക് പോയി. പൗലോസിനെ കൊണ്ട് പരിശുദ്ധാത്മാവ് ക്രേത്തയിലെ ശുശ്രൂഷ ചെയ്യിക്കുന്നു. ശുശ്രൂഷ ചെയ്ത് 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 ഇങ്ങോട്ട് വരുമ്പോൾ ദൈവാത്മാവ് പെട്ടെന്ന് ഇടപെടുന്നു. മതി പൗലോസ്, നീ ഇനി തുടർന്ന് എന്ത് ചെയ്യണം? ഇവിടെ ശുശ്രൂഷ ചെയ്യണ്ട, പൊക്കോളാൻ പറഞ്ഞ് വായി വെട്ടി തീത്തോസിന്റെ തുണിയും കൂടെ എടുത്ത് വെച്ചാൽ പുറമെ അവന്റെ തുണി എടുത്ത് വെക്കണ്ട. അവനെ ക്രേത്തയിൽ നിർത്തിയിട്ട് പോകണം. അവനെ ക്രേത്തയിൽ നിർത്തി പൗലോസിന്റെ മനസ്സിൽ നിർത്താൻ. തീത്തോസിന് പൗലോസിനെ വിട്ട് പിരിയാൻ ഇഷ്ടമില്ല എന്നൊരൊറ്റ വാക്യം കൊണ്ട് തെളിയിക്കാം. നിർത്തിയിട്ട് പോകാൻ ഒരുങ്ങിയോ എന്നുള്ള പദം കൊണ്ട് തന്നെ തെളിയിക്കാം. 1-ാം അധ്യായം 5-ാം വാക്യം. തീത്തോസ് 1:5. ഞാൻ ക്രേത്തയിൽ നിന്നെ ഓർഡിനേഷൻ ചെയ്താക്കിയെന്നല്ല, ക്രേത്തയിൽ നിന്നെ പ്രാർത്ഥിച്ചാക്കിയെന്നല്ല, ക്രേത്തയിൽ നിന്നെ വിട്ടേച്ച്. അതിന്റെ അർത്ഥം മനസ്സില്ല എനിക്ക് വിടാൻ. നിനക്ക് എന്നെ പിരിയാനും മനസ്സില്ല. പക്ഷെ ദൈവം പറയുന്നു നീ ഇവിടെ നിൽക്കണം. നിനക്കും മനസ്സില്ല ഇവിടെ നിൽക്കാൻ, ഞാനില്ല. എനിക്കും മനസ്സില്ല നീ ഇല്ലാതെ പോകാൻ. പക്ഷെ ദൈവം പറഞ്ഞുകൊണ്ട് ഞാൻ നിന്നെ വിട്ടേച്ചു പോകും. എന്താ വിട്ടേച്ചു? ഈ വിട്ടേച്ചു പോകുന്നുള്ള പദം എൻ്റെ മനസ്സിൻ്റെ ഉറക്കത്തേക്ക്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് എന്താ വിട്ടേച്ചു പോകും? തമ്പുരാൻ പറഞ്ഞു, ജൂൺ 1 പ്രത്യേകത എന്നാണ്. എന്താ ജൂൺ 1 പ്രത്യേകത? ഇവിടെ സഹോദരിമാരൊക്കെ ജൂൺ 1 പ്രത്യേകത ഞങ്ങളെക്കാൾ അത് അനുഭവിക്കുന്നത് നിങ്ങളാണ്. കൂടുതൽ കൊടുക്കുന്ന ജൂൺ 1 വിട്ടേച്ചു പോകുന്നുള്ള തെളിയിക്കാൻ പറയുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കും. എൻ്റെ ഇളയ മോളെ ആക്കാൻ ഞാനും കൂടെ പോയി എൻ്റെ കാര്യം. അന്നേരമാണ് ആ ദിവസത്തിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാക്കുന്നത്. നല്ല ഉടുപ്പൊക്കെ ഇട്ട് വായുവൊക്കെ തൂക്കി കളിച്ച് ചീറ്റി ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈ പിടിച്ചുകൊണ്ട് നടന്ന് സ്കൂൾ മുറ്റത്ത് ഞാൻ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങോട്ട് ചെന്നാൽ പോകുന്നതാണ്. ഞാൻ പറഞ്ഞു, നീ കൊണ്ടങ്ങോട്ടാക്കാൻ. ഞാൻ ദൂരേക്ക് നോക്കിയിരിക്കുന്നു. എൻ്റെ ഭാര്യ എൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ചീറ്റി കളിച്ച് വെച്ചാൽ വിളിക്കുന്നു. വാതിക്കൽ ചെന്നപ്പോൾ ഒരു പെൺകുച്ചു നിൽക്കുന്നു. ആയാന്നാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെ നോക്കണം. എൻ്റെ ഭാര്യ ബാഗെടുത്ത് അവിടെ ആ സഹോദരി എൻ്റെ കൊച്ചിനെ പിടിച്ച് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ കുഞ്ഞ് കയറി, അതുവരെ ജനിച്ചു നിന്ന കുഞ്ഞ് കയറി എൻ്റെ ഭാര്യയുടെ ചുരിദാറെ പിടിച്ച് ഒറ്റ കരച്ചില്ല. ഞാൻ ദൂരെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭാര്യ കൈ ബലമായി പിടിച്ച് ചുരിദാറെ പിടിച്ചിട്ട് വിട്ടേച്ച് തിരിഞ്ഞു നടന്നു. ഞാൻ ക്രേത്തയിൽ നിന്നെ അതായി പറയുന്നത് വിട്ടേച്ച് തിരിഞ്ഞു നടന്നു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇവിടെ തന്നെയാണ് ഇങ്ങനെ പ്രസംഗിച്ചത്. എനിക്ക് ഭയങ്കര വിഷം. ആരാണ് സ്കൂള് കണ്ടുപിടിച്ചെന്ന് കേൾക്കുന്നു. കാരണം എൻ്റെ കൊച്ചു അലറക്കരയും എൻ്റെ ഭാര്യ വിട്ടേച്ച് വന്നപ്പോൾ എനിക്ക് ദേഷ്യമാണ്. പക്ഷെ എൻ്റെ അടുത്തേക്ക് അവൾ നടന്നു വന്നപ്പോൾ അവളെ രണ്ട് കണ്ണിക്കൂടെ നിറഞ്ഞു വീണു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇവിടെ തന്നെ കുഞ്ഞിനെ പ്രസവിച്ചു. പിന്നെ വിട്ടേച്ച് വന്ന ഒരു പരിചയമില്ലാത്തൊരു പെണ്ണിന്റെ കയ്യിലോട്ട് പിടിച്ച് സ്കൂളിൻ്റെ അകത്തോട്ട് വിട്ടേച്ച് വന്നേ. അവൻ വിടണമെന്ന് ആഗ്രഹമില്ല. കുഞ്ഞിന് അനന്തര ഭാവി വെളിപ്പെടണമെങ്കിൽ വിട്ടേ വായിക്കും. എന്തിനാ? ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നാം വളരണമെങ്കിൽ ദൈവം നമ്മെ വിട്ടു. ഇസ്രായേലിനോട് മതത്തിലേക്ക് പറയുന്നുണ്ട്, ഞാൻ നിന്നെ അല്പകാലത്തേക്ക് വിട്ടു, നിന്നെ ഒന്ന് നന്നാക്കാം, അവന്റെ പ്ലാനിലേക്ക് കൊണ്ടുവരാൻ, ദൈവത്തിന്റെ ഭാവിയിലേക്ക് നിന്നെ ഉയർത്താൻ അല്പകാലത്തേക്ക് നിന്നെ വിട്ടുകളയും. അപ്പോൾ അത് നമ്മൾ പാടുന്നുണ്ടെങ്കിലും നമുക്ക് ബോധമില്ല. എന്നെ തകർക്കുവാനോ എന്നെ മുടിക്കുവാനോ അല്ലല്ല ഈ ശോധന, എന്നെ പണിതെടുത്തു നല്ല പഴയ പാട്ടായിരുന്നു, പുതിയ പാട്ടൊക്കെ പാടണം. പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. സ്വത്രം എന്നാലും പാടുമെങ്കിലും നമ്മൾ ഇടയ്ക്ക് ചോദിക്കും, എന്നെ കൈയിട്ടതായി എന്താ? അത് ഉത്തരം പോലും ചോദിച്ചു. ഉത്തരനെയും ഭാവി പദ്ധതി നമ്മളിവിടെ ഇന്ന് ഇരിക്കാൻ വേണ്ടിയുള്ള പദ്ധതിക്കായി ക്രൂശിൽ വിട്ടുകളഞ്ഞതാണ്. വിട്ടുകളയപ്പെടാത്ത ആരും വലിയ പദ്ധതിയിലേക്ക് വളർന്നിട്ടില്ല. കർത്തൃ ശുശ്രൂഷ
ശുശ്രൂഷകന്മാരെ, പ്രാർത്ഥനയ്ക്ക് ചുമൽ കൊടുക്കുന്നവരെ, സന്മതിയോടെ ദൈവശക്തി ഇരിക്കുന്നവരെ, അവൻ ദൈവം നമ്മളെ പണിതെടുക്കണമെങ്കിൽ അനുഗ്രഹത്തല്ല ചില രംഗങ്ങളിൽ വിട്ടുകളയും. നമ്മെ ശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കും, പരിശോധനയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കും. ആ പരിശോധന കഴിയുമ്പോൾ പൊന്നായിട്ട് നാം പുറത്തു വരും. പാടിയ പാട്ടുകളുണ്ട്, തുടക്കത്തിൽ പാടിയ പാട്ടുകളുണ്ട്. നീ അധികം ധനികനാക നിധിയാ തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ. നീ അധികം ധനികനാക നിധിയാ തീയിൽ ഊതി കഴിച്ച പൊന്മതിയാ. ഞാൻ പൊന്നുപോലെ വിട്ടുകളഞ്ഞ് വളർത്തുന്ന, മുഖം മറച്ച് കളഞ്ഞ് വളർത്തുന്ന ഒരേ ഒരാളുണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവ്. തകർക്കാനല്ല, അവന്റെ പ്ലാനുകളോട് നമ്മൾ ഉയരാൻ നമ്മളെ ചില രംഗങ്ങളിൽ വിട്ടുകളയും. ചിലപ്പോൾ മനുഷ്യനോട് പറയും വിട്ടുകളാണ്. മനുഷ്യനെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കും. നീ ഞങ്ങളെ വലയിലകപ്പെടുത്തി മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ചുമ്മാ നിൽക്കുന്നവൻ പറയുമ്പോൾ നമ്മുടെ തലയിൽ കയറി. ദൈവം പറയാം കേൾക്കോളാം, അവരുടെ തലയിലോട്ട്. എന്താണെന്നറിയോ? നിന്നെക്കുറിച്ച് ദൈവത്തിന് മികച്ച പ്ലാൻ. സങ്കീർത്തന വാക്യമാണ് അവൻ. നീ ഞങ്ങളുടെ മുതുകത്ത് വലിയൊരു ഭാരം. നേരെ നടന്നു പോയ നമ്മുടെ മുഖത്തോട്ട് ദൈവം ഭാരം വരും. പിന്നെ നമ്മൾ എങ്ങനെയാണ്? കുനിഞ്ഞാണ് പാസ്സാണ്. പക്ഷെ ഇപ്പം എങ്ങനെയാണ് നടക്കുന്നത്? കുറ്റക്കേട് കാണിച്ചിട്ട് അവൻ അടുത്ത പദ്ധതിക്കായിട്ട് മുതുകത്തോട്ട് ദൈവം ചെയ്യും. മനുഷ്യനോട് തലയിൽ കയറി കൂടാൻ. അങ്ങനെ ഇരിക്കുമ്പം ചെമ്മീൻ പോലെ ഇരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നിലയിൽ ചാരി അവൻ സ്വതന്ത്രം. അപ്പം നമ്മൾ ഉണ്ടാകും, നമുക്ക് മനസ്സിലാവും ദൈവം അനുഭവിച്ച് കൈവേണ്ടത് അതേരോട്ട് കയറും. അതല്ല, വഴി പോയവർ ദൈവവും കൈവിട്ട് വഴി പോയവൻ അവനെ തല കുലുക്കി പരിഹസിച്ചു. കണ്ടു നിന്നവരും പറഞ്ഞു, മറ്റുള്ളവരെ രക്ഷിച്ചവരെ നിനക്ക് അവൻ നിന്നെ രക്ഷിച്ചിട്ട്, അവന്മാർ പറയും അവൻ നിന്നെ രക്ഷിച്ചിട്ട് പിന്നെ വന്ന് ഞങ്ങളെ കൂടെ രക്ഷിക്കാം. അതിലൊരുത്തന് മനസ്സിലായി ആണി ഊരിയുള്ള രക്ഷ ശരിയായ രക്ഷയല്ലെന്ന് മനസ്സിലായി. 6 മണിക്കൂർ കൊണ്ട് ഒറ്റക്കൊരുത്തം പറഞ്ഞു, നീ ഇറങ്ങി വന്ന് രക്ഷിക്കണ്ട, നീ ഇന്ന് രാജ്യത്വം പ്രാപിക്കുമ്പോൾ എന്നെ കൂടെ ഓർക്കണം. ആണി ഊരിയിട്ട് കുരിശു മാറ്റിയിട്ട് ഒരു രക്ഷ എനിക്ക് വേണ്ട, ഇതിൽ കിടന്ന് നീ പ്രാപിക്കുന്ന രക്ഷ അത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്, അതെനിക്ക് തരണം. അവൻ അതാണ് ദൈവത്തിൻ്റെ വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷ കരങ്ങൾ ഉയർത്തിയ അത് ഞാൻ വായിപ്പിച്ച ഭാഗമാണ് തൊട്ടു. അവൻ ഞാൻ പറയാൻ പോകുന്ന ഇവിടുത്തെ ഭാഗം ഞാൻ കൊണ്ട് കണ്ടുപിടിച്ച ചില ബൈബിളുള്ളതാണ് പറയുന്നത്. പുത്രനെ കാൽവറിയിൽ തകർത്തുകൊണ്ട് നമുക്ക് നേരെ വെച്ച് നീട്ടി നമ്മൾ രക്ഷിക്കപ്പെട്ടവരെ ദൈവകൃപയിലായി പ്രാപിച്ച 8 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഇത് പുറത്തോട്ടാണെങ്കിൽ പുറത്ത് നിൽക്കുന്ന ഒരു പ്രാപിക്കാനുള്ള 8 കാര്യം ഒന്ന് എണ്ണണം, വായിക്കണം. ഒന്നും കൂടെ പാസ്റ്റർ ഒന്ന് ഒച്ചത്തിൽ വായിച്ച് 3-4 മുതൽ നിർത്തി വായിക്കണം. ഒന്ന്, പുത്രനെ തകർത്ത് ക്രൂശിൽ കൂടെ നമുക്ക് തന്നത് 1-ാം വാക്യത്തിൽ രക്ഷയാണ്. എന്നാൽ നമ്മുടെ രക്ഷിതാവായ 1 രക്ഷ, 2 ദൈവത്തിന്റെ ദയ, 2 ദയ, മനുഷ്യപ്രീതി, 3 മനുഷ്യപ്രീതി ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതി പ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം അത്രേ. 4 കരുണ. അടുത്തത്
നാം അവന്റെ കൃപയാൽ 5 കൃപ, പ്രത്യാശ പ്രകാരം 6 പ്രത്യാശ, നിത്യജീവന്റെ അവകാശികളായി തീരുക. നീതീകരണം, 6 നീതീകരണം, 7 പ്രത്യാശ, 8 നിത്യജീവന്റെ അവകാശം. ഈ 8 കൂട്ടം കാര്യമാണ് നമുക്ക് നേരെ ഉത്തരയിൽ കൂടെ വെച്ചിട്ടുണ്ട്. ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം. ഇത് പ്രാപിച്ചവർക്കായി സ്വതന്ത്രം. ഇന്നത്തെ സഭയുടെ പരാജയം എന്നാണ് ഈ 8 കൂട്ടിയ കാര്യങ്ങളുടെ മഹത്വം അറിയത്തില്ല. ഇതെല്ലാം പ്രാപിച്ചിട്ടുണ്ട് പിന്നെയും നമുക്ക് ലോകത്തിലെ കാര്യം നേടാനുള്ള ഓട്ടം. ലോകത്തിലെ കാര്യം വേണമെന്നല്ല, വേണം. പക്ഷെ എല്ലാവർക്കും ദൈവം ഒരുപോലെ കൊടുക്കും. ഈ സാജീവ് മാത്യു സാർ ക്ലാസ്സിലൊക്കെ പറഞ്ഞ കാര്യം ഞാൻ അദ്ദേഹത്തിൽ നിന്ന് കടമെടുത്തത് എൻ്റെതല്ല, ഇപ്പോൾ പറയാൻ പറയാം. ലോകത്തിൽ ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലുത് നമ്മുടെ ഉള്ളിലെ ആത്മാവ്. എന്നാൽ ആത്മാവുള്ള മനുഷ്യന് ദൈവം കൊടുത്ത ഭൂമിയിലെ ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാം? സമയം. എന്താണ് സമയം? പക്ഷേ നമ്മൾ പഠിക്കുന്നത് കാശാണ്. കാശ അല്ല. എല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും വലുതായിട്ട് പഠിക്കുന്ന കാശല്ല, സമയമാണ്. പണം പല രീതിയിലാണ്. അത് ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യും. എന്നെ നാളെ പണക്കാരനാക്കിയ ഞാൻ ദൈവകൃപയിൽ നിന്ന് പോകുമെന്ന് ഞാൻ പറയുന്നത് ദൈവത്തിനറിയാം. അതുകൊണ്ട് എന്നെ ആക്കുക. സ്വതന്ത്രം. യോബിന്റെ വേലി കുടിച്ച് കയറാൻ പറഞ്ഞ താത്താനോട് പത്രോസ് പലവട്ടം പത്രോസിനെ കുറിച്ച് ചോദിച്ചു പറഞ്ഞു. താല്പര്യം ഇയാൾ പോകുന്നുള്ള കാര്യം. പക്ഷെ പുള്ളി പറയുന്നല്ല, ഞാനും ചാകാൻ വരികയാണ്. പക്ഷെ തോണ്ടാൻ കൊടുത്താൽ പുള്ളി നാളെ ഇങ്ങോട്ട് വരിക. അപ്പൊ ഓരോരുത്തരെയും കർത്താവിനറിയാം. അതനുസരിച്ച് ഓരോരുത്തരെയും കൈകാര്യം ചെയ്യും. പണം ഇന്നയാളെ കൊടുത്താൽ അവർ ദൈവകൃപയിൽ നിന്ന് പോകത്തില്ല എന്ന് കർത്താവിന് ഉറപ്പുണ്ടെങ്കിൽ അവർ പണം കൊടുക്കും. എന്നിട്ട് അത് എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ള കാഴ്ചപ്പാട് കൂടെ കൊടുക്കും. ആ കാഴ്ചപ്പാട് കൂടെ ഉള്ളവർക്കായി ഞാൻ ദൈവത്തെ സൂചിക്കും. ആമേൻ. എന്നാൽ ചിലർ നമ്മൾ കുറ്റിയിരുന്ന് പണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാലും നമ്മളെ ഈ വെറുതെ പണം തരത്തില്ല. അത് നമ്മളോട് വെറുപ്പുണ്ടായിട്ടല്ല, നമ്മളിവിടുത്തെ ഏറ്റവും വലിയ ഉഴപ്പനായി മാറുമെന്ന് കർത്താവിന് അറിയാം. അറിയില്ല. സ്വതന്ത്രം. എന്നാൽ സമയം നമുക്കെല്ലാവർക്കും ഒരുപോലെ. അമേരിക്കൻ പ്രസിഡന്റിന് ഒരു ദിവസത്തിന് 24 മണിക്കൂർ. അടൂര് മാർക്കറ്റിൽ കടകൾ അടയ്ക്കുമ്പോൾ ചാക്കിന്റെ അകത്ത് കാല് കെട്ടി ഉറങ്ങുന്ന പിച്ചക്കാരനും 24 മണിക്കൂർ. സ്വതന്ത്രം. എന്നിട്ട് വാക്യങ്ങളുടെ തന്നു. കാശ് തക്കത്തിൽ ഉപയോഗിക്കാനല്ല, സമയം തക്കത്തിൽ ഉപയോഗിക്കും. എത്ര പേര് സമയം തക്കത്തിൽ ഉപയോഗിക്കും? പക്ഷെ ഇതാണ് അതിന്റെ ശരിയെന്നറിയാവുന്ന ഒരാളുള്ള വിചാരം. അല്പമേ സമയമെന്ന് വെച്ച് അവൻ ശക്തിയോടെ പ്രവർത്തിക്കും. നമ്മളോ നാളെയാണ്, അടുത്ത ആഴ്ച സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ദൈവം ഒരു നിയോഗം വന്നാൽ അതിന്റെ പിൻപിലൊന്നും നോക്കരുത്, സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ഇല്ലെങ്കിൽ നമ്മൾ മടിയന്മാരായി. ഒരിക്കലും സമയം കളയരുത്. ആമേൻ. കരങ്ങളെ ഉയർത്തുക. ഹെബിയ പറഞ്ഞാട്ടെ. അപ്പോഴും പറഞ്ഞ് ഞാൻ വിടുക. ആമേൻ. സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ദൈവമാണ് നമ്മളോട് പറഞ്ഞത്. കാശ് തക്കത്തിൽ ഉപയോഗിക്കാനില്ലെങ്കിൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ പദ്ധതികളിലേക്ക് നമുക്ക് കടന്ന് മുന്നേറാൻ പറ്റും. അവിടെ ഞാൻ വിടുകയാണ്. ആമേൻ. 8 കൂട്ടം കാര്യങ്ങളിൽ ഒന്നാമത്തത് രക്ഷ. എന്താണ് രക്ഷ? ഇതിൻ്റെ അകത്ത് രക്ഷ പ്രസംഗിക്കണം എന്ന് പൊതുവെ ശ്രദ്ധിക്കൂസില്ലാത്തവരുണ്ടാവും. സഭയ്ക്കകത്തും ദൈവമക്കളിരിക്കുന്നതിൽ രക്ഷ പ്രസംഗിക്കണം. കാലഘട്ടത്തെ ആത്മാവ് വിവേചിക്കുന്നവർക്കറിയാം പരസ്യയോഗം ചർച്ചിൻ്റെ അകത്തായിട്ട് നടത്തണം. സ്വതന്ത്രം. പരസ്യയോഗം ഇപ്പോൾ എവിടെ നടത്തട്ടെ? പുറത്തല്ല. സ്വതന്ത്രം. രക്ഷിക്കപ്പെടാതെ ബാക്കി കാര്യം ചെയ്യുന്നവരുടെ എണ്ണം സഭയ്ക്കത് വരിക. അങ്ങനെ പലർക്കും ഭൂതം രസത്തിനടിച്ചാൽ ഞാൻ വൈക്കത്തെ കല്ലറ എന്ന് പറയുന്ന സ്ഥലത്ത് IPC ചർച്ച 21 ദിവസം ഉപവാസത്തിൻ്റെ 8ാം ദിവസം മീറ്റിംഗ് വിളിച്ചു. ഞാൻ സാധാരണ ഇനി 21 ഉപവാസം 8ാം ദിവസം പ്രസംഗിക്കാം. ഞാൻ അവിടെ ചെന്ന് പ്രസംഗിക്കാൻ ഇരിക്കുന്നു.
അവിടുത്തെ പാസ്റ്റർ ശരിക്കായിട്ട് എഴുന്നേറ്റ് കുറച്ച് നേരം സംസാരിക്കുന്നത്. 3-ാം ദിവസം ഇവിടെ വന്ന കർത്തൃദാസൻ ഒരു ആലോചന പറഞ്ഞിട്ടുണ്ട്. 8-ാം ദിവസം ഈ സഭയുടെ മേൽ ഒരു വലിയ വിടുതൽ നടക്കും. അത് ഇന്നാണ്. നമ്മളെല്ലാം പ്രാർത്ഥനയോടിരിക്കാം. കർത്താവിൻ്റെ ദാസൻ യോബ് പാസ്റ്റർ വന്നിട്ടുണ്ട്. ദൈവം അദ്ദേഹത്തിൽ ഉപയോഗിക്കുന്നതിന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. എന്നെ പേടിക്കാൻ പറഞ്ഞു. കാരണം ദൈവമേ 8-ാം ദിവസം ഞാൻ തന്നെ വേറെ ആരെങ്കിലും അയക്കാൻ എനിക്ക് ഡേറ്റ് മാറ്റി തരാനുണ്ട്. എനിക്കൊന്ന് വെക്കാറുണ്ട്. പ്രസംഗിക്കാൻ വിളിക്കാൻ 5 മിനിറ്റുള്ള പരിശുദ്ധാത്മാർ പറയാം, നീ കൊണ്ടുവന്ന വാക്യം മടക്കി വെക്കണം. എന്നിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ ഇന്ന വാക്യം പ്രസംഗിക്കണം. എന്നോട് ദൈവം 5 മിനിറ്റ് വിളിച്ചിട്ട് വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചു. വെളിച്ചമുണ്ടായി. വെളിച്ചത്തെയും ഇരുളിനെയും തമ്മിൽ വേർതിരിച്ചു പറയാം. അത് പ്രസംഗിക്കാൻ ഞാൻ ദൈവത്തോട് 5 മിനിറ്റ് കൊണ്ട് വഴക്കുണ്ടായി. കർത്താവ് ഈ ഒരു കാര്യവും ഞാൻ അതിനെക്കുറിച്ച് നോക്കി വാക്യങ്ങളൊക്കെ വായിച്ച് കൊണ്ടുണ്ടാകും. പക്ഷെ ഇതിനെക്കുറിച്ച് ഞാനൊന്നും ധ്യാനിച്ചില്ല. അപ്പോൾ ദൈവം നീ ചുമ്മാ എഴുന്നേറ്റ് ഞാൻ നിന്നെ ഉപയോഗിക്കാം. ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞു. എന്നെ വിളിച്ചു, എഴുന്നേറ്റു. ഈ വാക്യം ഞാനൊരു പൊട്ടനെ പോലെ വായിക്കുന്നു. എന്നാ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പ്രസംഗം തുടങ്ങി. 1.5 മണിക്കൂർ പ്രസംഗിച്ചു. ആത്മാവ് ദൈവാത്മാവ് ഉപയോഗിക്കുന്നത് എനിക്കതിനുള്ള കഴിവൊന്നുമില്ല, ഇന്നുമില്ല. പ്രസംഗം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ പറയാതെ തന്നെ ആളുകൾ എഴുന്നേറ്റ് ആരാധന പോട്ട് നിൽക്കുന്നു. ഫ്രണ്ടിൽ ഒരു ഗ്രേസി എന്ന് പറഞ്ഞ സഹോദരി നിൽക്കുക. ചെമ്മീൻ പോലെ കുമരകം പാറ്റിയാണ്ട് മീൻ്റെ പേരൊക്കെ എന്നെ മനസ്സിലായി. ഒരു ചെമ്മീൻ പോലെ ഇരിക്കുന്നൊരു സഹോദരി ഇങ്ങനെ അന്യഭാഷ പറയാം. നെല്ലിക്കാച്ചാക്കിൻ്റെ കുത്തടിച്ച് വിട്ട പോലെ അന്യഭാഷ പറഞ്ഞ് ആരാധിക്കാം. അപ്പം ദൈവാൻ പറഞ്ഞു അവിടെ തലമുട്ട് കൈവിട്ടടാൻ. ഞാൻ പെട്ടെന്ന് അപ്പം ഞാൻ ഓർക്കുന്നതിനറിയും ഇവളെ അടുത്ത കൃപാവരത്തിലേക്ക് ദൈവം കടത്താൻ പോകുന്നത്. ഞാൻ നേരെ ദൈവാസന്മാരെ കൈ വയ്ക്കാൻ അങ്ങോട്ട് ഓടുകയും ഇവളെ കാലയ്ക്ക് മുകളിൽ കൂടെ പറന്ന് പുറകെ വന്നിങ്ങനെ മതിയോ സ്വതന്ത്രം. ഞാൻ നീ ആരാണ്? ഞങ്ങൾ 12 പേരുണ്ട്. അപ്പം ഞാൻ ശിഷ്യന്മാരുടെ കണക്കിനത്താണ് സ്വതന്ത്രം. 12 പേരുണ്ട്. അവൻ യോഗം മുന്നോട്ട് ഞാൻ കുറച്ച് നേരം ആരാധിച്ച് പ്രാർത്ഥിച്ചിട്ട് സാധാരണ രീതി പ്രാർത്ഥിച്ച് ഭൂതം പോവുക. അപ്പോൾ ദൈവം ഇവിടെ നിർത്തലാ പ്രാർത്ഥിക്കാൻ പറ്റും. ഇവിടെ രക്ഷിക്കപ്പെട്ടാണ് വിളിക്കുക. യോഗം ഞാൻ ചോദിച്ചു ഈ സഹോദരി രക്ഷിക്കപ്പെട്ട ഈ കൂടെയുള്ള ആരാ? കുറേ ആങ്ങള, അമ്മ, അപ്പൻ, വേറെ നാത്തൂനെല്ലാം അവരെല്ലാം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്. അവരോട് ഈ സഹോദരി രക്ഷിക്കപ്പെട്ടോ? എന്നാലും ആങ്ങളെ എടുത്തിട്ടുണ്ട് സ്നാനപ്പെട്ടോ? ഞാൻ ചോദിച്ചു ഞാൻ ജ്ഞാനപ്പെട്ടോ നല്ല ചോദിച്ചത് രക്ഷിക്കപ്പെട്ടതാണോ ചോദിച്ചത്. ഉടനെ അടുത്ത മറുപടി കേട്ടു, ഞങ്ങളുടെ അപ്പൂപ്പനാണ് ഈ സ്ഥലം ആരാധനയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങൾ തുടർന്ന് ഇങ്ങോട്ട് പെന്തിക്കോസിൽ പോയിട്ട് പെന്തിക്കോസുകാർക്കെല്ലാം പറ്റുന്നൊരവസ്ഥ കിട്ടും. പാസ്റ്റർമാരൊക്കെ സത്യമാണ്. നമ്മുടെ 15 വയസ്സ് നമ്മുടെ മക്കളാകുമ്പോൾ നമ്മൾ തുടർന്നിടാം. പപ്പ നാടുകളെ പ്രസംഗിക്കുമ്പോൾ നീ ധ്യാനപ്പെടുന്നത് ഒരു 5-8 വർഷം പ്രാവശ്യം കേട്ട് കഴിയുമ്പോൾ കൊച്ചൻ വിജാനായിട്ട് ധ്യാനപ്പെട്ട കാര്യം ഇയാൾ ഒരു ഒരു പിടിച്ചു സ്വതന്ത്രം. ആ പാട് നമ്മളവർ കേൾക്കുന്നതുകൊണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങുന്നെന്ന് പറയുമ്പോൾ അവൻ അവസാനം വിശ്വസിക്കുന്നു. അവൻ അറിയാവുന്നതുകൊണ്ടാണ് വിശ്വസിക്കുന്നത്. അവനെ പിടിച്ച് മുക്കും. മേൽപോട്ട് കേട്ടു 2 കാലിൽ നിൽക്കുന്ന പരിവാകുന്നു. ദൈവത പറഞ്ഞു സ്വതന്ത്രം. ആരെ സ്നാനപ്പെടുത്തണം? മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തണം. ഈ രക്ഷിക്കപ്പെട്ടവരെ സ്നാനപ്പെടുത്തുകയും അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവർ എന്ത് ചെയ്യണം? അതന്നെ ഭാഷ അങ്ങനെ പറയാം. മാനസാന്തരം രക്ഷ രണ്ടാം തന്നെ തെളിയിച്ചു. സ്വതന്ത്രം മാനസാന്തരം എന്നാൽ നിങ്ങൾക്ക് അറിയാവുന്ന അറിയാമോ? ഞാനിങ്ങനെ പ്രസംഗിക്കുന്നുണ്ട്. ദൈവം എന്നോട് നിർത്തിയിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യകാല ശബ്ദത്തിൽ പറയുന്നുണ്ട്. അവർ എന്നെക്കാളും നന്നായിട്ട് വളരെ സംസാരിക്കുന്ന യാസമാരോട് ഞാൻ കർത്താവ് വിശ്വസിക്കും. മാനസാന്തരം ഒറ്റ വാക്ക് പറയാം. ബൈബിളിൽ തന്നെ നാശത്തിലേക്കുള്ള വഴി വീതിയും വിശാലം, അതിലെ സഞ്ചരിക്കുന്നവർ അനേകം, അതിൻ്റെ അവസാനം നാശം. ജീവനിലേക്കുള്ള വഴി ഇടുക്കവും അതിലെ സഞ്ചരിക്കുന്നവർ ചുരുക്കം, അതിൻ്റെ അവസാനം ജീവൻ. എന്താ മനസ്സിലായി? വീതിയും വിശാലമുള്ള വഴിയൊക്കെ ഉള്ളതാണ് അനേകം. ഞങ്ങളുടെ സഭയിൽ 10,000 പേരെന്ന് പറയുമ്പോൾ നാശത്തിലേക്ക് സഞ്ചരിക്കും. സ്വതന്ത്രം. ഞങ്ങളുടെ സഭയിൽ 50 പേരേ ഉള്ളൂ. കുറച്ച് പേര് 100 പേരായാലും 50 പേരെ ഞങ്ങളിപ്പോൾ അപ്പുറത്തോട്ട് മാറ്റി അവരവിടെ ആരാധിക്കാൻ വരുമ്പോൾ അത് സഭയാണ്. 100 കണക്ക് വെച്ച് നോക്കുമ്പോൾ 100 ഇടയൻ എത്രയാടാ? 100. 150 ആകാൻ വേണമെന്നില്ല. 50 ആയാൽ
കൂടെ ഒരു ശിഷ്യനെ വളർത്തിക്കൊണ്ടുവന്ന് അദ്ദേഹത്തെ പ്രാപ്തനാക്കി 50 പേരെ ദൂരത്തോട്ട് മാറ്റി. അവൻ ഇവിടെ കൊണ്ട് റോത്തർക്കാഴ്ചയൊന്നും ചടിക്കാതെ അപ്പുറേ കിലോമീറ്റർ കുറച്ചും കൊണ്ട് മാറ്റി ഒരു മുറിയെടുത്ത് അവിടെ ആക്കി അവനെയും ശുശ്രൂഷയ്ക്ക് പ്രാപ്തിയാക്കണം. നമ്മുടെ മുന്നിൽ നിർത്തി കുറഞ്ഞു നിൽക്കുന്നവനാണ്. കഴിഞ്ഞ വർഷം ഒരാളെന്നെ വിളിച്ചൊരു ഭാഷ ഞങ്ങളുടെ ഭാഷയ്ക്ക് അറിയത്തില്ല, ഭാഷ ഒന്നും കല്യാണം നടത്തിത്തരാവും. ഞാൻ പറഞ്ഞു വേറെ വേറെ പറയുന്നുണ്ട്, അവരുടെ ഭാഷയ്ക്ക് അവരെ അറിയത്തില്ല. അതാണോ സഭ? ഇടയാൻ അറിയാൻ വയ്യാത്ത വിശ്വാസം. സ്വതന്ത്രം ആരാണ് ചോദിക്കുന്നത്? ഇങ്ങനെ പറയാം ഞങ്ങൾ ആശ്വാസത്തെ വില കൂടുതൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പുറകിൽ നിന്നിട്ട് 1000 ആളുകൾ. അതൊന്നും എന്തല്ല സ്വതന്ത്രം പറഞ്ഞു. അതിന് വിഷം പോകും സ്വതന്ത്രം. അതിനാ കൂടിയിരുന്നവരെ ദൈവം തന്നെ ചെതറിച്ചത്. ചെതറിച്ചിട്ട് പറഞ്ഞാൽ അവിടെ ചെന്നിടത്തൊക്കെ എന്തായി? സഭകളാണ്. അത് പിന്നെയും ചെതറിച്ചു സഭകളായി. അങ്ങനെ തന്നെ ഓണം. വഴക്കുണ്ടാക്കി മാറരുത്, പാനല് കളിച്ച് മാറരുത്. അവൻ ആത്മാവിൽ ദൈവനിയോഗം പോലെ ചേർന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതി. അവിടുന്ന് ഞാൻ പോരുക. അങ്ങനെ സ്വതന്ത്രം ഞാനവിടെ ഈ രക്ഷിക്കപ്പെട്ടതാണ്. അപ്പന് സ്ഥലം കൊടുത്തു, അപ്പൂപ്പനായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ദൈവം എന്താ വിടരുത്, ഇവൾ രക്ഷിക്കപ്പെട്ടു, ഭൂതം പോകും, സ്നാനപ്പെട്ടു, അന്യഭാഷ സംസാരിച്ചു, കർത്തൃമേശ എടുത്തു. 18 വർഷമായി നെല്ലിക്കാജാക്കത്തിൽ കൊണ്ടായിരിക്കുമ്പോൾ അന്യഭാഷ പറഞ്ഞു. ഞാൻ പറയാം എന്നെ കിടക്കും ഇതാണ്. അപ്പോൾ ഇടിയെന്ന് വിളിച്ചൊന്നും പറ്റും. ദൈവത്തെ എത്ര പ്രാവശ്യം അവനെ വിളിച്ചു അങ്ങനെ ചിലർക്ക് പരാതിയാണ്. അപ്പോൾ ഇത്രയും പ്രായമുള്ളപ്പോൾ അവന്ന് വിളിച്ചു, ഇവൻ വിളിച്ചു 100 പ്രാവശ്യം ദൈവത്തെ അവർ അതുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്ന ആ ആധികാരികൾ ഏറ്റെടുത്താൽ മതി. വേറെ ബുദ്ധിയുടെ ആത്മാവ് വിളിക്കുന്നില്ല. ഞാൻ എന്നെ കിടക്കും രക്ഷിക്കപ്പെട്ടു ഇല്ലെന്ന്. നീ പാപിയാണെന്ന് എനിക്ക് ബോധ്യം കൊണ്ടുവന്നു എങ്കിലും നീ കേൾക്കാൻ പറഞ്ഞു. 10 മിനിറ്റ് സുവിശേഷം പറഞ്ഞു രക്ഷിക്കപ്പെടാൻ മനസ്സുണ്ട് കൊണ്ട് അവൻ ഏറ്റുപറയിച്ചു. രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട വാചകം പറഞ്ഞ് തീരുകയും നിലത്തോട്ട് വീഴും. ഞാൻ പോളാവുന്നു. സ്വതന്ത്രം. ഇന്ന് പെന്തിക്കോസില്ലാത്ത പ്രശ്നമാണ്. രക്ഷിക്കപ്പെടാൻ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്നു. അതാ പറയാൻ പറ്റും. വീതി വിശാലമുള്ള വഴി നമ്മൾ സഞ്ചരിച്ചല്ലേ നാശത്തിലേക്ക്. ഈ വഴിയിലാണ് യേശു ക്രൂശിക്കപ്പെട്ടത്. എൻ്റെ കൂടെ പറഞ്ഞേ, വീതിയുള്ള വഴിയെല്ലാം നമ്മൾ പോവുക. നമ്മളിവിടെ ഒത്തിരി പേരുണ്ടായിരുന്നു. നടന്ന് വരുമ്പോൾ ഇവിടെ യേശു ക്രൂശിക്കപ്പെട്ടു. നമ്മളിവിടെ നിന്ന് നമ്മുടെ കൂടെ വന്നവരെല്ലാം അവർ നമ്മൾ വാടാ വേറെ വഴിയൊന്നും അവിടെ വെക്കുന്ന തല്ലിക്കൊണ്ട് വാടാ നമുക്കിത് പറ്റി സങ്കടം. നമ്മൾ അന്വേഷിക്കും എന്തിനാ ഈ ആളെ ഇങ്ങനെ ചർച്ചപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു. ഉടനെ നമ്മളോട് സംസാരിക്കും. നിന്റെ പാപങ്ങൾക്ക് വേണ്ടി, നിന്റെ ശാപങ്ങൾക്ക് വേണ്ടി നീ സഞ്ചരിക്കുന്ന വഴിയുടെ അപ്പുറത്തൊരു വലിയ നാശത്തിൻ്റെ മരണക്കുഴിയാണ്. അവിടേക്ക് നീ പോകാതിരിക്കാൻ നിന്റെ അവിടത്തെ മരണം ഇവിടെ ഏറ്റെടുത്തിരിക്കുക. അവൻ നീ അവിടെ വീഴാതിരിക്കുക. നീ ഇവനെ വിശ്വസിക്കാൻ ഇതുവഴി ഇടുക്കുപാതയിലിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് ശ്രദ്ധിക്കണം, നീ ശ്രദ്ധിക്കണം. മാനസാന്തരം എന്നുള്ള പദത്തിന്റെ ബൈബിളിൽ പ്രയോഗിക്കുന്നിടത്തെല്ലാം പച്ച മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന തിരിയുക. എന്ത് ചെയ്യുക? തിരിയുക. ഇവിടെ കർത്താവ് നിൽക്കുക എന്ന് വെച്ചോ. ഞാൻ ഇവിടെ വന്നു. അപ്പോൾ പാപമോചനത്തിന് എന്നോട് ഉപദേശി പറഞ്ഞു. ആ ഉപദേശി ഇവിടെ നിന്ന് ഭൂഷണ പ്രസംഗിക്കും. എനിക്ക് കരച്ചില്ല. രക്ഷിക്കപ്പെടാൻ പറഞ്ഞു. ഞാൻ രക്ഷിക്കപ്പെട്ടു. തിരിയുക എന്നുള്ള പദത്തെ ഒരു വാക്യത്തിൽ കൂടെ പോകും. സകലവും സീമാവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ. രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിലേക്ക്. അതെന്നാ പറയുന്നത്? ദൈവത്തിൽ നിന്ന് ഇവിടെ ദൈവത്തിൽ നിന്ന് അകന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ക്രൂശുമരണം പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മളിവിടെ നിൽക്കും. അതാണ് നമ്മൾ രക്ഷിക്കപ്പെടും. അവിടെ ഉപദേശം പറഞ്ഞു. ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ കർത്താവിനെ രക്ഷകരും നാഥനുമായി സ്വീകരിക്കും. അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകണം. ഇത്രയും പറഞ്ഞു. ആമേൻ പറഞ്ഞിട്ട് എങ്ങോട്ടാണ് പോകണം? ഇങ്ങോട്ട് തന്നെ. ഇവിടെ വെച്ച് രക്ഷിക്കപ്പെട്ടിട്ട് തിരിച്ച് അങ്ങോട്ട് പോകുന്നതിൻ്റെ പേരാ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ടാൽ മാത്രമുള്ള കുഴപ്പമാണ്. ഇവിടെ വെച്ച് രക്ഷിക്കപ്പെടുന്നു, വീണ്ടും അങ്ങോട്ട് പോകുന്നു, സിഗരറ്റ് പിടിക്കുന്നു,
വലിക്കുന്നു, അപ്പുറം ലാപ്പിൽ കയറുന്നു, സഭായോഗത്തിന് പോകുന്നു. ഒരിക്കലും ദൈവത്തിൻ്റെ അടുക്കലേക്ക് പോകില്ല. ഇവിടെ പുരുഷനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, വീണ്ടും അങ്ങോട്ട് പോകുന്നു, എല്ലാ ഇടപാടുമുണ്ട്, രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നു. പക്ഷെ ഇവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടവൻ തിരിഞ്ഞ് ദൈവത്തിലേക്ക് പോകും. അതിൻ്റെ പേരാണ് മാനസാന്തരപ്പെട്ടുള്ള രക്ഷ. ഇന്ന് പെന്തിക്കോസ്ത് സഭകളിൽ സ്നാനം നടത്തുന്നയില്ല. സ്നാനക്കുളത്തിലൊക്കെ മാവില വീണ് കൊതുക് പ്രസവിക്കുന്നതല്ലാതെ വീണ്ടും ജനനം നടക്കും. നമ്മളെ ദൈവം ആത്മവെച്ചിരിക്കുന്ന എന്നാന്നറിയോ? 10 പേരെ തട്ടിക്കൂട്ടിക്കൊണ്ട് പോകാനല്ല. ഈ ദിവസങ്ങളിൽ മാനസാന്തരത്തിൽ കൂടെ രക്ഷയ്ക്കായി ജനങ്ങൾ വിടുതൽ പ്രാപിക്കണം. ഈ പ്രാർത്ഥന കൊണ്ട് കേരളം ചലിക്കണം. ഒരു കുട്ടവാനും രക്ഷിക്കപ്പെടുകയല്ല, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുന്ന ഉണർവിലേക്ക് ഈ പ്രാർത്ഥനയിൽ കേരളത്തിൽ ഒരു ഉണർവ് ആരംഭിക്കണം. അത് മാനസാന്തരത്തിൽ കൂടെ രക്ഷയായിരിക്കണം. ആ രക്ഷയെ ബൈബിൾ പല പ്രയോഗത്തിൽ വിളിക്കുന്നുണ്ട്. ഇത്ര വലിയ രക്ഷ. ഇത്ര രക്ഷ ചെറുതായി പോകുന്നതെന്നാണ്. മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെടുമ്പോൾ ലോകത്തിൻ്റെ രക്ഷ ചെറുതാകും. മാനസാന്തരപ്പെടാതെ രക്ഷിക്കപ്പെടുന്നവൻ തെരുവിളിക്കും. സ്തോത്രം. മാനസാന്തരപ്പെട്ടവൻ പെടാത്തവൻ തിരിച്ചടിക്കും. മാനസാന്തരപ്പെട്ടവൻ തിരിച്ചു നടന്നവൻ തല്ലി കൊണ്ടുവന്നു അങ്ങോട്ട് പോകും. അവൻ മാനസാന്തരപ്പെടാത്ത രക്ഷിക്കപ്പെട്ടവനും തല്ലിയാൽ തിരിച്ചടിച്ച് അങ്ങോട്ട് ചെയ്യും. ഇപ്പോഴതല്ല നടക്കുന്നത്. ഇപ്പൊ എന്നാ മണിപ്പൂര് പ്രയാസമുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ വാതിൽക്ക് പോയി നാണമില്ലാതെ വിളിക്കുക, തല്ലുന്നേ കൊല്ലുന്നേ, പാസ്റ്റർമാരെ കൊല്ലുന്നേ, വലിയ വിളി. കർത്താവ് പറഞ്ഞു, ഈ ജനം നിങ്ങളെ പീഡിപ്പിക്കും, നിങ്ങളെ ഉപദ്രവിക്കും, എന്നോട് ചെയ്തെങ്കിൽ നിങ്ങളോട് ആധികരിക്കും. അത് നിങ്ങൾ ദൈവമക്കളാണെന്നുള്ള തെളിവാണ്. പ്രതികരിക്കാൻ നമുക്ക് വ്യവസ്ഥയുണ്ട്. സ്വതന്ത്രം. സ്നാനക്കുളം തിരുവനന്തപുരത്ത് വിളിച്ചെന്ന് പറഞ്ഞു. ഇവിടെ കുറെ പണ്ഡിതന്മാർ ഞങ്ങൾ പണിയും. ബൈബിളിന്റെ വ്യവസ്ഥയുണ്ട്. കുറെ കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കുറെ ആളുകൾ ദൈവം വിളിച്ചു. ഇനിയിപ്പോൾ പ്രസംഗിക്കാനും പറ്റത്തില്ല, ഞങ്ങൾ വഴി തടയത്തില്ല, സെക്രട്ടേറിയറ്റ് നടത്തില്ല. കാരണം വെള്ളമെടുക്കുള്ളൂ, എവിടെയും അലറുകയല്ലേ. അത് തല്ലുന്നേ കൊല്ലുന്നേ. രക്ഷയുടെ വലിപ്പം അറിയാമെന്ന് പറഞ്ഞു പോകുന്നില്ല. ഇപ്പം മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവർ പോകുന്നില്ല. മാനസാന്തരപ്പെടാത്ത വാസന്മാർ എവിടെ ഭാഗ്യം കിട്ടാൻ കിട്ടും അവിടെയെല്ലാം പോകും. നോ, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരും വിശ്വാസിയായാലും ശുശ്രൂഷകരായും. എൻ്റെ വാക്കല്ല, എനിക്കിങ്ങനെയൊന്നും പ്രസംഗിക്കാൻ ധൈര്യമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് സംസാരിക്കുക. പരിശുദ്ധാത്മാവ് എനിക്ക് ധൈര്യം. അതിനെന്നാ വന്നാലും ഞാൻ 2 കൈയിൽ സ്വീകരിക്കേണ്ടതാണ്. രക്ഷിക്കപ്പെടുകയാണെങ്കിൽ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടണം. രക്ഷ പ്രസംഗിക്കുകയാണെങ്കിൽ മാനസാന്തരത്തിന്റെ രക്ഷ പ്രസംഗിക്കണം. സ്വതന്ത്രം. നമുക്കിന്ന് രക്ഷയുള്ളൂ. ഒരാൾ രക്ഷിക്കപ്പെടുന്നതിന് എണ്ണം പറയും. ഞാൻ പ്രസംഗിച്ചപ്പോൾ 4 പേര് എന്ത് ചെയ്തു? അവർ മാനസാന്തരപ്പെട്ടു. അതും അങ്ങനെയുള്ളവരുടെ എണ്ണം പെരുകി സഭയ്ക്കകത്ത് കർത്താവിന് പേരില്ലാത്ത ഒത്തിരി ആളുകൾ. സഭയെ പഠിപ്പിക്കുമ്പോൾ ഒരു തൊഴുത്തിന് കൊടുക്കും, വിശ്വാസികളെ ആടുകൾ ഉപയോഗിച്ചു. പക്ഷെ കർത്താവ് തന്നെ പറയുക, തൊഴുത്തിൽ കയറിയ എല്ലാ ആടിൻ്റെയും പേര് എൻ്റെ കിട്ടിയിട്ടില്ല എന്ന് വെച്ചാൽ കർത്താവിൻ്റെ ശബ്ദം കേട്ടാലും കർത്താവിൻ്റെ പേര് വിളിക്കുമ്പോൾ എല്ലാവരുടെയും പേര് കാണും. വായിച്ചു യോഹന്നാന്റെ സുവിശേഷം കാണാതെ ഞങ്ങൾ 10-ാം അധ്യായം 1-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. സമയം കഴിഞ്ഞു. ഞാൻ നിങ്ങളോട് പറയുന്നു, വാതിലിലൂടെ കടക്കാതെ വേറെ വഴിയായി കയറുന്നവൻ കള്ളനും കവർച്ചക്കാരനുമാകുന്നു. വാതിലിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. ആടുകളെല്ലാം അവന്റെ എല്ലാവരും ശബ്ദം കേൾക്കും. അടുത്തത്, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. എന്നാ പറഞ്ഞേ? ആടുകളെ അവൻ തന്നെയല്ലാത്ത അതിൻ്റെ അകത്ത് പേരിട്ടുള്ളത് അല്ലെ? ആടുകളെ വിളിച്ചോണ്ട് പോയത് തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു. സ്വതന്ത്രം. എന്നിട്ട് തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയി വീണ്ടും പറയാം, തനിക്കുള്ളവയൊക്കെ. അപ്പൊ തനിക്കില്ല, വേണ്ടാത്തതില്ലാതെ
കൃത്യമായൊരു വിവേചനമുണ്ടാകും. കർത്താവിനുള്ളത് കർത്താവിനില്ലാത്ത, കൂടുതലും കർത്താവിന് ഉള്ളതല്ല. അതൊരൊറ്റ വാക്യം കൊണ്ട് നിൽക്കാം. വന്ന് കയറിയതിൽ ഭൂരിപക്ഷത്തെക്കുറിച്ച് കർത്താവ് പറഞ്ഞിങ്ങനെ, വിളിക്കപ്പെട്ടവരാണ്, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചേർന്ന് ദൈവത്തിന് സ്വാതന്ത്ര്യം. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് പെന്തിക്കോസിൻ്റെ അകത്ത് വന്ന് കയറിയതെല്ലാം കർത്താവിനുള്ളതാണ്. എന്ത് കർത്താവിനുള്ളതിനൊരു വ്യത്യസ്തതയാണ്. അവരെ നോക്കിക്കൊണ്ട് അവരെ മുടിക്കാൻ വരുന്നവരും പറയും, ഇതാ തനിച്ച് വാർത്തുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എതിരില്ല, അവന് വേറൊരു ഏഴാകൂടത്തിലും പോകത്തില്ല. അവന് കൃത്യമായൊരു ലക്ഷ്യമുള്ളൂ, സഭയുടെ ഭാഗമായി നിൽക്കുക. താമസത്തിന് എൻ്റെ മണവാളൻ വരും, എൻ്റെ രക്ഷിതാവ് വരും. അവൻ എന്നെ രക്ഷിച്ചത് തോന്നുന്ന വഴിക്ക് പോകാനല്ല, അവനായി കാത്തിരിക്കാനാണ്. എൻ്റെ ജീവൻ പണയം വെച്ച് എൻ്റെ മണവാളന് വേണ്ടി എനിക്ക് കാത്തിരിക്കണം. അവൻ്റെ വരവാണ് എൻ്റെ ലക്ഷ്യം. അവൻ സ്തോത്രം. അവൻ പാടും, സിയോൻ മണവാളൻ കാന്തനായി വന്നിടുവാൻ കാലങ്ങൾ എത്ര കാത്തിടേണം. ആ നാളും നാഴികയും ഞാൻ നോക്കി, ആ നാളും നാഴികയും ഞാൻ നോക്കി. അല്ലാത്തവർ നമ്മുടെ വീട്ടിൽ പറയുന്നത് അവരാഴ്ചയോടെ താമസിക്കുള്ളൂ. അവൻ ഒറീസയിൽ തന്നെ എല്ലാ ഗ്രാമങ്ങളും സൂചിയായിട്ട് എത്തിയിട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നമുക്കൊന്ന് സന്തോഷിക്കാം. അല്ല, ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ഓൾ നൈറ്റ് പ്രയർ പ്രാർത്ഥിച്ചാശീർവാദം പറയുന്നതിന് മുമ്പേ, അല്ല എന്നെ ഈ പ്രസംഗം ഞാൻ കൈമാറുന്നതിന് മുമ്പേ യേശു ക്രിസ്തു മടങ്ങി വരാൻ സാധ്യതയുണ്ട്. രക്ഷയുടെ വലിപ്പത്തിൽ ഉറച്ചു നിൽക്കാത്ത ആർക്കും അവന്റെ ശബ്ദത്തിൽ എടുക്കപ്പെടുകയില്ല. അത്ര കൊല്ലക്കണക്ക് പറഞ്ഞാൽ സ്തോത്രം. അതിനാണ് പേര് വിളിക്കുമ്പോൾ തൻ്റെ ആളുകളെ താൻ എന്ത് ചെയ്യുന്നു. ഇതറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ പാടുന്നത്. തനിക്കുള്ളവയാണ് ഞാൻ. നമ്മൾ പ്രസംഗിക്കുന്നുണ്ട്, പാടുന്നുണ്ട്. ഞാനിപ്പോഴും ഇവിടെ നിന്ന് നിങ്ങൾ ഇത്രയും കർത്തദാസന്മാരോട് പ്രസംഗിക്കുക. ഞാൻ വിചിന്തനം ചെയ്യണം, കർത്താവിൻ്റെ കയ്യിൽ എൻ്റെ പേരുണ്ടോ? ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയും തരും. ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്യാൻ നമ്മുടെയൊക്കെ ഇടയിൽ പിശാചിനും അറിയാൻ മേലാത്ത ആളുകളുണ്ട്, കർത്താവിനും അറിയാൻ മേലാത്ത. എന്തിനാണ് ഉപദേശിമാരുടെ കൂട്ടത്തിൽ പിശാചിന് അറിയാൻ മേലാത്ത, കർത്താവിനും അറിയത്തില്ല. വാക്യം കുറിക്കൊന്നും വേണ്ട. അവൻ ദൂതൻ ഇറക്കാൻ സ്കേബായുടെ പ്രസംഗിച്ച് യേശുവിൻ നാമത്തിൽ ആരാണ് പൗലോസിന് എനിക്കറിയാം, യേശുവിന് എനിക്ക് പഠിക്കണം. നീ ആരാണ്? അപ്പൊ വിചാരി പോലും എന്ത് ചെയ്തു? ബോധം സ്വതന്ത്രം. ഇനി കർത്താവിനറിയാൻ മേലാത്ത അവസാനം മനുഷ്യ അടച്ചു കഴിഞ്ഞു. ആരാ? ഞങ്ങൾ നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി, ഞങ്ങൾ നിന്റെ നാമത്തിൽ വീര്യം പ്രവർത്തിച്ച് അതിന് രീതിയിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകും. ഞാൻ നിങ്ങളെ ഒരു നാൾ, നീ എൻ്റെ നാമത്തിൽ യോഗം നടത്തിയ കാലത്ത് പോലും നിന്നെ എനിക്ക് എന്ത് ചെയ്തു. അപ്പം യോഗം നടത്തുന്നതിലും ഇവിടെ നിന്ന് രാത്രി നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കുന്നല്ല കാര്യം, എൻ്റെ പേര് കർത്താവിൻ്റെ ലിസ്റ്റിലുണ്ടോ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് കർത്താവ് ഭൂതം ഇറക്കിയിട്ട് വന്ന് കോളറൊക്കെ പിടിച്ചിട്ട് ശിഷ്യന്മാർ വരെ പോയി ഭൂതം ഇറക്കിയിട്ട് വരാൻ പറഞ്ഞു. രോഗികളെ സൗഖ്യം ഇവർ പോയിട്ട് കർത്താവിനെ സന്തോഷിച്ച് കൊണ്ടുവരും. കർത്താവ് അങ്ങയുടെ നാമം പറഞ്ഞപ്പോൾ ഞാൻ ഭൂതമെല്ലാം കൂടെ പോയി എന്ന് കർത്താവ് സന്തോഷിക്കേണ്ടതാണ്. സന്തോഷിക്കേണ്ടത് ഭൂതങ്ങൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നവരല്ല. നിങ്ങളുടെ പേര് പുസ്തകത്തിൽ ഇതുകൊണ്ടൊന്നും ഒരു ഗുണവും ഇല്ല.
അപ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നുന്നു എൻ്റെ കൈവഴി അത്ഭുതം നടക്കുന്നു, ഞാൻ പ്രസംഗിക്കുമ്പോൾ ഒത്തിരി പേര് രക്ഷിക്കപ്പെട്ടു. അതല്ല വലുത്. ഞാൻ പ്രസംഗിക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ആളുകൾ രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ഓർക്കണം എൻ്റെ പേര് അവിടെ ഉണ്ടോ. എൻ്റെ പ്രസംഗം കേട്ട് രക്ഷിക്കപ്പെട്ടവൻ്റെ പേര് അവിടെ ഉണ്ടെങ്കിൽ ചിലത് എൻ്റെ പേര് കാണാൻ ബുദ്ധിമുട്ടാണ്. ഇനി പേരുള്ളവരെ ഇവിടെ വെച്ച് അറിയാൻ പറ്റുമോ? ജീവന്റെ പുസ്തകത്തിൽ എൻ്റെ പേരുണ്ടെന്ന് അറിയാൻ പറ്റുമോ? നിങ്ങളുടെ പേരുണ്ടെന്ന് അറിയാൻ പറ്റും. 10 ദിവസം എൻ്റെ കൂടെ വന്നാൽ മതി. എൻ്റെ പേരുണ്ടോ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. നിങ്ങളുടെ കൂടെ ഞാൻ വന്നാലും എനിക്ക് മനസ്സിലാവും ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ. കൃത്യമായിട്ട് ഇവിടെ വെച്ചറിയാം ജീവന്റെ പുസ്തകത്തിൽ പേരുണ്ടോ. ആ വൃക്ഷത്തെ ഫലം ഇടപാടും നടപ്പും പോക്കും വരവും നോട്ടവും പരിങ്ങലും കാണുമ്പോഴേ അറിയാം ഇവന്റെ പേര് എവിടെയുണ്ട് എവിടെയില്ല. അത് പൗലോസ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് പറഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ പേരുള്ള ക്ലെയർ. അതിങ്ങനെ പൗലോസ് അറിഞ്ഞു. 3-ാം സ്വർഗ്ഗത്തോളം എടുക്കപ്പെട്ട പുസ്തകം തുറന്ന് കർത്താവ് ജീവന്റെ പുസ്തകം കാണിച്ച ക്ലെയറിന്റെ പേരുണ്ടോ? അല്ല. ക്ലെയറിന്റെ കൂടെ ഉള്ളവരുടെയും പോക്കും വരവും ഇടപാടും കാണുമ്പോൾ അറിയാം എൻ്റെ പേര് എവിടെ ഉണ്ടായിരുന്നു. ഇവന്റെ പേര് ദിവസം നമ്മൾ രാഷ്ട്രീയം കളിക്കാനും മറ്റ് സഭാ രാഷ്ട്രീയം കളിക്കാനൊക്കെ പോകുമ്പോഴും ഓർത്തോണം പേര് എവിടെയില്ല. IPC-യുടെ ചർച്ചകൂടിന്റെ AG-യുടെ നിശ്ചയേ ഉള്ളൂ. കർത്താവിന്റെ ലിസ്റ്റിൽ നമ്മുടെ പേര്. കർത്താവിന്റെ ലിസ്റ്റിൽ പേരുള്ള ആരും സഭയിൽ പാനളി കളിക്കാനോ മത്സരിക്കാനോ അവ ഒന്നും പോകത്തില്ല. അവർ ദൈവകൃപയിൽ ആശ്രയിക്കും, കരയും, ഉപവസിക്കും, ഇതുപോലെ ഓൺലൈനിരിക്കും. അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട്. അവർ ടെലിഫോണുകളിൽ പ്രസംഗിക്കും, അവർ സുവിശേഷം അറിയിക്കും. പണത്തിന് വേണ്ടിയല്ല, ആത്മാക്കളുടെ ഭാരമുള്ളിൽ പേടിക്കൊണ്ട് അവർ പ്രസംഗിക്കും. അവരുടെ ഉള്ളിൽ നേർച്ചയ്ക്കാണ് സാധകം. ഞാനിവിടെ എൻ്റെ വാക്കുകൾ അവസാനം 8 കാര്യം പ്രസംഗിക്കുന്നതിൽ ഒരു കാര്യം പോലും പറയാതെ പരിശുദ്ധാത്മാവ് നിയോഗം എന്ന കാര്യം മാത്രം പറയുന്നത് അവസാനിക്കും. വലിയൊരു ആത്മഭാരമുണ്ടായി ആളുകൾ രക്ഷിക്കുന്നു. എൻ്റെ അഭിപ്രായം എന്ന് പറയട്ടെ. അതിനകത്ത് ധനവാന്റെ ആത്മഭാരം എന്ന് പറയുന്നത് എവിടെ? യാതനാസനത്ത് പോയാൽ ധനവാന്റെ ആത്മഭാരം. എന്താണ് ധനവാന്റെ ആത്മഭാരം? ആദ്യം വെള്ളം ചോദിച്ചിട്ട് കിട്ടുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത് പറഞ്ഞു എൻ്റെ സഹോദരന്മാർ 14 പേരുണ്ട്, അവരിങ്ങോട്ട് വരാതിരിക്കാൻ ഇവനെ അങ്ങോട്ട് അയച്ച സുവിശേഷം പറഞ്ഞു. എന്തോ ധനവാനും യാതനാസ്ഥലത്ത് കിടക്കണം ബാബുവാൻ ആത്മഭാരം. അവൻ നമുക്കോ സ്വതം ആത്മഭാരത്തോടുകൂടെ കർത്താവിന് വേല ചെയ്യാൻ ദൈവം വലിയ പ്രവർത്തിക്കാൻ. നാം ഒരു ദേശത്ത് പാർത്ത ആത്മഭാരമുണ്ട്. ചിലപ്പോൾ സുവിശേഷം അറിയിക്കാനല്ലായിരിക്കും ഒരു ദേശം നമ്മൾ അവിടെ ഉപഘോഷിക്കുക മാത്രമല്ല. ഞാൻ ഈ കഴിഞ്ഞ വർഷം ഒരു വടക്കേ ഇന്ത്യയിൽ ശുശ്രൂഷിച്ച ഒരാളെ അതിലാണ് പറഞ്ഞിട്ടിരിക്കാം. സുവിശേഷം അറിയുന്ന ഒരാളുടെ ഭാഗം വായിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു ദൈവദാസന്റെ കർത്താവിന്റെ ആത്മാവ് പറഞ്ഞു, ഇന്ന സ്ഥലത്ത് പോയി നീ കുട്ടിയോട് പ്രാർത്ഥിക്കാം. അവിടെ ഒരു സഭയിൽ അദ്ദേഹം ചോദിച്ചു, കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുകയും പ്രാക്ടി കൊടുക്കുകയൊക്കെ ചെയ്തപ്പോൾ അത്യാവശ്യം ചിലരോട് സുവിശേഷം പറഞ്ഞു കൂടുതൽ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. പുള്ളി 11 വർഷം ആ ഗ്രാമത്തിൽ ഉപസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്യാവശ്യം ചിലരോട് സുവിശേഷം പറഞ്ഞു. ഒരാൾ പോലും രക്ഷിക്കപ്പെട്ടില്ല. ഭാഷ എത്ര വർഷം ഇരുന്നു? പുള്ളിയോട് കർത്താവ് പറഞ്ഞു, മതി പൊക്കോളം, ഇന്ന സ്ഥലത്തോട്ട് പൊക്കോളം. എന്നിട്ട് പകരം വേറൊരാളെ വിളിച്ചു. ആ ആൾ വന്ന് 2 ആഴ്ച കഴിഞ്ഞ മുതൽ കൂട്ടമായ ആളുകൾ രക്ഷിക്കപ്പെട്ടു. അതിനെ മറ്റേ പുള്ളി കൊള്ളത്തിലായിരുന്നു. അല്ല, ആ പുള്ളിയെ അവിടെ അയച്ചത് കരയാനും ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും. അതിൻ്റെ ഫലമാണ് അടുത്ത ആളെ അയച്ചത്. അപ്പോൾ നമ്മൾ ശടിക്കുന്നതല്ല ഇത് നമ്മളെ കൊണ്ട് ചെയ്യുന്നത്. ഒരുപക്ഷെ നമ്മളൊരു ഗ്രാമത്തിൽ മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുണ്ടായിരിക്കും. പക്ഷെ നമ്മളെ അവിടെ നിന്ന് പോകാൻ പറയുമ്പോൾ മറ്റൊരാൾ അവിടെ അയക്കുമ്പോൾ ദൈവം നമ്മളും കൂടെ വിതച്ചതിൻ്റെ ഫലമാണ് അവിടെ വെളിപ്പെടുന്നത്. നിരാശരാകരുത്. ദൈവം ഏൽപ്പിച്ച് ചെയ്താൽ മതി. എല്ലാവരും ചെയ്യുന്നത് നോക്കി അതുപോലെ എനിക്ക് ചെയ്യണമെന്ന് പറയണ്ട. എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്യാൻ മതി. പലരും വിചാരിച്ചിരിക്കുന്ന വലിയ പുൽപ്പിറ്റിൽ പ്രസംഗിക്കുന്നവരായി ഏറ്റവും വലിയവരെന്നല്ല. ആരും കാണാതെ കണ്ണുനീരോട് ആത്മാക്കൾക്ക് വേണ്ടി കരയുന്നവര് വഴിവെക്കുന്ന പ്രസംഗിക്കുന്നവർ അത്രയല്ല. പുൽപ്പിറ്റിൽ കയറുന്ന പ്രസംഗിക്കുന്നവർ അതിൽ കുറവാണെന്നും പറയുന്നില്ല. പക്ഷെ ഏറ്റവും അധികം ദൈവം ഫലം വരുന്നത് ആരും അറിയാത്തവരായി, ആരും അവൻ തിരിഞ്ഞു നോക്കാത്തവരായി കർത്താവിന് വേണ്ടി അയച്ചെടുത്ത് പ്രാർത്ഥിക്കുകയും വിശ്വസ്തോടെ നിൽക്കുന്നവരെ നിങ്ങളുടെ പേരൊരു വർഷം മുൻപിൽ വരും. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് ആരെയും താരതമ്യം ചെയ്ത് ശിശുക്കൂടെയാണ്. എന്നെ ഏൽപ്പിച്ചത് എനിക്ക് ചെയ്താൽ മതി. ഈ ദിവസങ്ങളിൽ
നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്നത് വലിയ രക്ഷയാണ്. അത് വിളംബരമില്ല. ആ രക്ഷ ജനത്തിന് കിട്ടാൻ വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം. അനേകർക്ക് അവൻ ദൈവത്തിൻ്റെ പദ്ധതികളെ പറഞ്ഞു കൊടുക്കാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് ഇനിയൊരു ദിവസം നമുക്ക് ഇതിൻ്റെ ബാക്കി ചിന്തിക്കാം. അവൻ എനിക്ക് സമയം അനുവദിച്ച ബഹുമാനിയ കർത്തൃദാസന്മാരോട് നിന്റെ സംഘാടകരോട് നന്ദി പറയുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധാനം അടച്ചാട്ടെ. നമുക്ക് ഈ വചനത്തിനുണ്ടാകും ഒറ്റ നിമിഷവും പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ ദിവസങ്ങളിൽ ശേഷിക്കുന്ന ക്രമീകരണത്തിനെ വിട്ട് കളഞ്ഞ് എന്നെ ഉപയോഗിച്ച് അവൻ തൻ്റെ പദ്ധതിയുടെ ഭാവിയിലേക്ക് എന്നെ വളർത്താണ് ഏൽപ്പിച്ച വലിയ രക്ഷയുടെ കൈമാറ്റത്തിന് എന്നെ ഉപയോഗിക്കാനും ദൈവത്തിൻ്റെ കൃപ ഇനിയും പകരണമേ. മനുഷ്യനെ റോൾ മോഡലാക്കുകയല്ല, ദൈവം എന്നെക്കുറിച്ച് എന്തുദ്ദേശിക്കുന്നു അത് ചെയ്ത് വിശ്വസ്തയോടെ നല്ലവനും വിശ്വസ്തനുമായ ദാസനെ വിളിയേക്കുവാൻ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, അതിനുവേണ്ടി ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്തൃദാസന്മാരെ ഈ പ്രാർത്ഥനയ്ക്ക് ലീഡ് നേതൃത്വം കൊടുക്കുന്നവരെയും അതിലൊരു ചെറിയ വീട്ടിലെങ്കിലും ആത്മീയമായി അലക്കുന്നവരെ ദൈവം സഹായിക്കണമേ, കൃപയിൽ നിർത്തണമേ. ഈ പ്രവർത്തനങ്ങൾ ദൈവം മാനിക്കണമേ, സ്ഥാപനങ്ങൾ ദൈവം മാനിക്കണമേ. എല്ലാ കർത്തൃദാസന്മാരെയും അതിന്റെ പ്രവർത്തനങ്ങളെയും സ്ഥാപനങ്ങളെയും ആത്മീയ കാഴ്ചപ്പാടുകളെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥന കേട്ടതിനാ സ്തോത്രം, മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളെ അനുഗ്രഹിക്കുന്നു.